മാന്യ പ്രേക്ഷകരെ നമസ്കാരം. ന്യൂസ് കഫേ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ ഒരു അനിയത്തിക്കുട്ടി തന്നെയാണ്. അത്ര കണ്ട് അടുപ്പമുള്ള ഒരു അനിയത്തി അല്ലെങ്കിൽ സഹോദരി തന്നെയാണ്. കഴിഞ്ഞ ദിവസം മിയ എന്നെ ബന്ധപ്പെട്ട സമയത്ത് ഞാൻ മിയയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മിയ നേര് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. മോഹൻലാലും അതുപോലെ അനശ്വര രാജനോ അങ്ങനെയാണ് തോന്നുന്നു ആ സിനിമ നടിയുടെ പേര്. അവർ അഭിനയിച്ച ഒരു സിനിമയാണ്. ആ സിനിമയിൽ കൃത്യമായിട്ടും ഒരു ഇൻസിഡന്റ് കാണിക്കുന്നുണ്ട്. അതായത് കണ്ണ് കാണാത്ത ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ആ കുട്ടി നിഷ്കളങ്കയായിട്ടുള്ള ആ കുട്ടി അതിന് അടിപ്പെട്ട് നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ കൊല്ലുമെന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. എന്നിട്ട് അതിനൊരു തെളിവുമില്ലാത്ത രീതിയിൽ അങ്ങനെ വരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട അങ്ങനെ വക്കീലായിട്ട് വരുന്നതാണ് മോഹൻലാലിന്റെ കഥാപാത്രം. അപ്പോ അനശ്വര രാജൻ എന്ന് പറയുന്ന കണ്ണ് കാണാത്ത ആ കുട്ടിയുടെ കഥാപാത്രം ചെയ്ത ആ നടി അതല്ലെങ്കിൽ ആ പെൺകുട്ടി നന്നായിട്ട് അഭിനയിച്ച ഒരു സീൻ തന്നെയാണ്. അപ്പൊ മിയയോട് ഞാൻ പറഞ്ഞു ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മിയ പറഞ്ഞു കണ്ടിട്ടുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ചില രംഗങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മിയ ഒരു മൂടുപടവും ഇല്ലാത്ത, അതല്ലെങ്കിൽ മിയയുടെ ഐഡന്റിറ്റി ഒരിക്കലും ഒളിച്ചു വെക്കേണ്ടതല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഒരു പോരാളി ആയിക്കൊണ്ട് നമ്മുടെ ചാനലിൽ നിന്ന് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് മിയ തിരുവനന്തപുരം സ്വദേശിയാണ്. മറ്റുള്ള കാര്യങ്ങൾ മിയയോട് തന്നെ ചോദിക്കാം. എന്താണ് മിയ ഇതിന് വരാൻ കാരണം എന്നുള്ളതൊക്കെ. മിയ നമസ്കാരം. നമസ്കാരം. മിയ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. അപ്പൊ മിയയുടെ ഒരു ട്രാജഡി തന്നെ പറഞ്ഞു. ആ ട്രാജഡി റഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള വലിയൊരു ട്രാജഡിയാണ്. റഫീഖ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് മിയ പ്രണയത്തിലായിരുന്നു. ആ സ്നേഹ സമയത്ത് നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പകർത്തപ്പെട്ട ചില വീഡിയോകളും ഫോട്ടോകളും ക്രൂഷ്യൽ ആയിട്ടുള്ള, അതല്ലെങ്കിൽ നിങ്ങൾ അത്ര കണ്ട് ഇടപഴകിയിട്ടുള്ള ചില വിഷയങ്ങൾ, വീഡിയോസും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി അത് പബ്ലിഷ് ചെയ്യുകയും ഇന്ന് അതിന്റെ പേരിൽ മിയയുടെ അമ്മ കൊടുത്ത പരാതിയിൽ അയാൾ റിമാൻഡിലുമാണ് എന്നുള്ള വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് മിയ ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മിയ എത്തിപ്പെടുന്നത്? സാധാരണ ഒരു റിക്വസ്റ്റ് പോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയതാണ്. പെട്ടെന്ന് അടുക്കുകയും അത് സൗഹൃദം പ്രണയമായിട്ട് വളരുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ് ഈ പറയുന്ന റഫീഖൻ? മലപ്പുറം പുൽപ്പറ്റ പൂക്കുളത്തൂരാണ്. ഓക്കെ. അപ്പൊ എത്ര വർഷമായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഈ പരിചയം? ഇപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 15-ാം തീയതിയോട് കൂടിയിട്ടാണ് ഇയാള് ഈ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചതെന്ന് തോന്നുന്നു അല്ലെ? അതെ അതെ. വർഷങ്ങളുടെ പരിചയമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ആകെ 2 മാസത്തെ റിലേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 മാസത്തിനുള്ളില് പുള്ളി തന്നെ എന്നെ കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വരുമായിരുന്നു. വരുന്നതിനിടയ്ക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതല്ലാണ്ട് ആദ്യം വന്നു കണ്ടുപോയി, പിന്നെ ഇഷ്ടത്തിലായി. പിന്നെ ഞാൻ ഈ സംഭവിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം പുള്ളിക്കാരൻ തന്നെ മുൻപ് പുള്ളിക്ക് പല കുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരെനിക്ക് അറിയാം. അതില് കാർത്തിക എന്ന് പേരുള്ള ഒരു കുട്ടിയും ഗോപിക എന്ന് പേരുള്ള ഒരു കുട്ടിയായിട്ടുള്ള വീഡിയോസ് എനിക്ക് വാട്സാപ്പ് വഴിയിട്ട് അയച്ചു തന്നായിരുന്നു. 1 ടൈം ആയിട്ടാണ് അയച്ചു തന്നത്. അപ്പൊ അത് എനിക്ക് അയച്ചു തന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആളുടെ സ്വഭാവം ഇതാണ്. അപ്പോ ഇനി ഇവിടെ തുടർന്നു കഴിഞ്ഞാല്, അതായത് ഇപ്പോ പുള്ളി പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിന, കാർത്തിക, ഗോപിക, ബിസ്മി എന്ന ഈ 4 എന്നോട് പറഞ്ഞു നിർത്തിയിട്ടുള്ള ലിസ്റ്റ്. അപ്പൊ ഇനി ഒരാൾ വരുമ്പോ അവരോട് പറയാനായിട്ട് ഒരു കഥ കൂടി നീയ എന്നൊരു പേരും. അപ്പൊ അവൾക്കും അയച്ചു കൊടുക്കണമെങ്കിൽ എന്റെ വീഡിയോയും കൊടുക്കുമല്ലോ. അപ്പൊ ആളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് ഇട്ട് തുടങ്ങിയതാണ്. അപ്പൊ അതിനിടയ്ക്കാണ് ആക്സിഡന്റലി ഞാനും ബിസ്മിയും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇടയായതും. ബിസ്മി അപ്പോഴാണ് പറയുന്നത്, എന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിസ്മി ഓൾറെഡി എന്റെ വീട്ടുകാര് കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുന്നൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബിസ്മി ഞാനും തമ്മിൽ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് ബിസ്മി പറയുന്നത് അങ്ങനെയൊന്നും അല്ല, എന്നെയും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്, വീട്ടുകാര് ആലോചിച്ച കല്യാണമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ സത്യാവസ്ഥ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതൊക്കെ. അപ്പൊ അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും ഞാൻ വേണ്ട എന്ന് വെച്ചത്, പുള്ളീനെ വേണ്ടാന്ന് വെച്ചത്. അതിന് അവൻ പറഞ്ഞു നടന്നത് എനിക്ക് വേറെ റിലേഷൻ ആയിട്ടാണ് ഞാൻ അവനെ വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ. വാട്ട് ഇറ്റ് ഈസ്, അത് എനിക്കിപ്പോ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടാന്ന് തോന്നി, എനിക്ക് റിലേഷൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നിന്നിട്ട് ഇറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭീഷണികൾ വന്നു തുടങ്ങിയപ്പോഴത്തേന് ഞാൻ ആദ്യമായിട്ട് കൈമുറിച്ചു.
കൈമുറിച്ചപ്പോ ഉം. എനിക്ക് വേണ്ടിയിട്ട് ആദ്യം കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത് വിസ്മയാണ്. ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുന്നു. ചിറങ്കീഴ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. അവിടെ അവനെ വിളിച്ചു അത് വരുത്തി. ആരാ കൊടുത്തത്? അന്ന് അത് മിയ നേരിട്ട് കൊടുക്കുകയാണോ അതോ അമ്മ കൊടുത്തോ? ഞാൻ നാട്ടിലുള്ള ഓക്കെ. സമയത്തായിരുന്നു. ഞാൻ നേരിട്ട് പോയിട്ട് അത് അന്ന് ഏത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഡേറ്റിലായിരുന്നു? നവംബർ ഡിസംബർ ഈ ഓക്കെ. കഴിഞ്ഞ നവംബർ ഡിസംബർ ആ ഒരു സമയം. അപ്പോഴ് ഓക്കെ. പോയി കേസ് അതിനുശേഷം കൊടുത്തു. കേസ് കൊടുത്തു. അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വരുത്തി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞ് അവിടെ എസ് ഉം. ഐയുടെ മുൻപാകെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം ക്ലിയർ ചെയ്ത് ആള് പോയതുമാണ്. ഉം. പിന്നെ കുറച്ചു കാലത്തേക്ക് ഓ. പുള്ളിയുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉം. മാർച്ച് ആ ഒരു ടൈമൊക്കെ ആയപ്പോ മാർച്ച് ആ ഒരു ടൈമൊക്കെ ആയപ്പോ എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. ആദ്യത്തെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതെനിക്ക് ഓർമ്മയുണ്ട്. മാർച്ച് ആ ഒരു ടൈമൊക്കെ ഉം. ആയപ്പോഴത്തേനും എനിക്കൊരു ദിവസം ഞാന് ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഷോയുമായിട്ട് ഉം. ബന്ധപ്പെട്ട് ഉം. നിന്നപ്പോ ചിറങ്കീഴ് CA എന്നെ വിളിച്ചു. റഫീഖ് ഇങ്ങനെ ഒരു കംപ്ലൈന്റും ഉം. കൊണ്ട് ഇവിടെ ഉം. ഉം. നിൽപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഉം. വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ ഉം. ഇന്ന് എനിക്ക് ഉം. വരാൻ കഴിയത്തില്ല, ഞാൻ ദൂരത്താണ്, ഞാൻ ഷോയുമായിട്ട് അതെന്തായിരുന്നു ബന്ധപ്പെട്ട് എന്തായിരുന്നു നിൽക്കുവാണെന്ന് പറഞ്ഞു. കംപ്ലൈന്റ്? ഉം. ഞാൻ അവനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഓ ഓ ഓക്കെ എന്റെ ഓക്കെ. ഫോണിൽ നിന്നൊക്കെ ഉം. ഓൾറെഡി ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഉം. എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ എന്നെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം. ആളൊരു കൈൻഡ് ഓഫ് സൈക്കാണ്. അതായത് എന്റെ ആ ഉം. വോയിസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ളത്, പുള്ളി 14 കൊല്ലം മുന്നേ പ്രണയിച്ച ഫെമിനിയായിട്ട് ഉം. ഇപ്പോഴും ഉം. പുള്ളി കോണ്ടാക്ട് വെച്ചിട്ടുണ്ട്. അതിന് കാരണം പുള്ളി ഉം. പറയുന്നതെന്ന് ഉം. പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരിക്കലും അവളുടെ ഒന്നും പ്രസൻസ് ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയത്തില്ല. ഉം. കാർത്തികയായിട്ടും ഇപ്പോഴും കോണ്ടാക്ട് വെച്ചിട്ടുണ്ട്. ചോദിച്ചതിന് ഉത്തരം ഉം. പറഞ്ഞത് ഈ ഈ കാർത്തിക ഈ പേരുകൾ പറയുന്നത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. കാര്യം ഇത് ഈ ഉം. ന്യൂസ് ഉം. മതി പുറത്തു മതി. വന്നാൽ ഇത് കുഴപ്പമില്ല. കേൾക്കുന്ന ഉം. ഉം. ഏതെങ്കിലും ഒരു ഫെമിനയ്ക്കും ഏതെങ്കിലും ഒരു കാർത്തികയ്ക്കും ഏതെങ്കിലും ഒരു ഗോപികയ്ക്കും ഏതെങ്കിലും ഒരു യെസ് ബിസ്മിക്കും യെസ് മാത്രമേ ഇത് തങ്ങളാണെന്ന് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ അവരെ റിലേറ്റ് യെസ്. ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് തങ്ങളാണെന്ന് അറിയത്തുള്ളൂ. വേറെ ഉം. ഇത് കാരണം അവർക്ക് ഒരു പ്രശ്നം വരത്തില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഉം. 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 കാർത്തിക എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാർത്തികയും ഇതുപോലെ അവനുമായിട്ടുള്ള റിലേഷൻ വേണ്ടാന്ന് വെച്ചിരുന്നപ്പോ കാർത്തികയുടെ അമ്മയ്ക്കടക്കം ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാർത്തിക ഓ, ഇപ്പോ മോശമായിട്ടുള്ള. ഉം. ജൂണിലെങ്ങാണ്ട് ഉം. അതെ, കാർത്തിക് ഉം. ഉം. ജൂണിലെങ്ങാണ്ട് കല്യാണം തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാർത്തികയുടെ ഉം. ഉം. കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാർത്തിക ഉം. എന്നോട് സമ്മതിച്ചതാണ്. എന്നോട് റഫീഖ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉം. അപ്പോഴേ ഞാനൊന്ന് ഉം. ഉം. പേടിച്ചിരുന്നു. ഉം. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ഇങ്ങനെ എനിക്ക് സംഭവിക്കാം എന്ന് ഞാൻ പേടിച്ച് തന്നെയാണ് ഇരുന്നത്. ഉം. വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു പ്രസൻസ് ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പൊ ഫെമിനാനെ പോലെ അല്ലെങ്കിൽ കാർത്തികേയനെ പോലെ എന്റെ കൂടെ ഫ്രണ്ടായിട്ട് നിന്നാ മതി എന്ന രീതിയിൽ വരെ ഉം. പലപ്പോഴും എന്നെ സമീപിച്ചിട്ടുണ്ട്. ശരി, ഞാൻ കരുതി ഉം. നാണം കെടുന്നതിന് നാണം കെടുന്നതിനേക്കാളി എത്രയോ ബെറ്റർ ആണ് അങ്ങനെ ഒരു ശല്യം. അങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ശരി, അങ്ങനെ നിൽക്കാം എന്ന രീതിയിൽ നിൽക്കും. 2 ദിവസം പുള്ളിക്ക് ഉം. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. 3ന്റെ അന്നോട്ട് പിന്നെയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, പറ്റത്തില്ല, നീ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പാടില്ല, നിന്നെ വേറെ ആരും സ്നേഹിക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ നാണം കെടുത്തും, നിന്നെ നാണം കെടുത്തിയാലല്ലേ വീട്ടുകാർ നിനക്ക് കല്യാണം ആലോചിക്കത്തുള്ളൂ, അങ്ങനെയാണെങ്കിലല്ലേ നിന്നെ ഉം. വേറെ ആരെങ്കിലും കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പൊ ഇത് ഒരു ഇതുമില്ലാണ്ട് വരുമ്പോ നിന്റെ വീട്ടുകാർക്ക് എനിക്ക് എന്നെ കെട്ടിച്ചെന്നാലേ പറ്റൂ എന്നൊക്കെ ഒരു രീതിയിൽ ഉം. ആയിരുന്നു സംസാരമൊക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഞാൻ ഈ ഷോയ്ക്ക് നിൽക്കുന്ന സമയത്തിന് ചിറങ്കീഴ് CA എന്നെ വിളിക്കുകയുണ്ടായി. വരാൻ പറഞ്ഞു. ഞാൻ ഇന്ന് വരാൻ ഉം. പറ്റത്തില്ല സാർ, നാളെ വരാം, ഇങ്ങനെ ദൂരത്താണ്, ഷോയുമായി ബന്ധപ്പെട്ട് നിൽക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞാൻ പോയി കണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചായിരുന്നു, നിന്റെ കൈവശം ആ വീഡിയോസ് ഉണ്ടോ എന്ന്. ഞാനും പറഞ്ഞു, ഇല്ല, ഉം. എന്റെ കൈവശം ആ ഉം. വീഡിയോസ് ഒന്നുമില്ല, ഞാൻ എല്ലാം റിമൂവ് ഉം. ചെയ്തിട്ടുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഭീഷണിപ്പെടുത്താനും പോകുന്നില്ല. ഉം. അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണ്? എനിക്കിപ്പോ കല്യാണം ഉം. 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 കഴിക്കണമെന്നുണ്ടെങ്കിലല്ലേ ഇയാൾ എന്നെ കല്യാണം, ഞാൻ ഇപ്പോഴും കേസ് കൊടുത്തിരിക്കുന്നത് യെസ് യെസ്. എന്നെ കല്യാണം ഉം. കഴിക്കണമെന്ന് പറഞ്ഞ് ചതിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടല്ല. ഉം. കൂടെ ചെല്ലാൻ പറഞ്ഞിട്ട് വഴങ്ങാണ്ടിരുന്നപ്പോ എന്റെ വീഡിയോസ് ആണ്, എന്റെ ഫോട്ടോസ് ആണ് പബ്ലിക് ആക്കിയത്. അത് പറഞ്ഞിട്ടാണ് ഞാൻ കേസ് ഉം. കൊടുത്തിരുന്നത്. ഉം. ഞാൻ ഒരിക്കൽ പോലും ഉം. എന്നെ ഉം. ചതിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഉം. വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് അയാളെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഞാൻ ആ വീഡിയോസോ ഫോട്ടോസോ പബ്ലിക് ആക്കേണ്ടതുള്ളൂ. യെസ്. ഉം. അല്ലെങ്കിൽ ഉം. ഉം. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്റെ ഫേസ് മറച്ചു വെച്ചിട്ട് അവന്റെ ഫേസ് വേണം പുറത്താക്കേണ്ടത്. ആ വീഡിയോസിലൊന്നും ഉം. ഉം. അങ്ങനെയല്ല വന്നേക്കുന്നത്. അപ്പൊ അല്ലല്ല, കാണുന്നവർക്കൊന്ന് നിങ്ങളുടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ടുള്ള രൂപം. അതെ, യെസ്. എന്റെ ഫോട്ടോ മാത്രമാണ് വന്നേക്കുന്നത്. പിന്നെ അവൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നടന്നിട്ടുള്ള ഇൻസിഡൻസ് പോലെ ഞാനും മരിക്കുമെന്നായിരിക്കും കരുതിയിരുന്നത്. ആത്മഹത്യ ചെയ്യും. ഉം. കാര്യം ഉം. എന്റെ ഉം. വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പൊ ഉം. 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 എന്തായാലും ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉം. പോലും അവന്റെ ഭാഗത്തേക്ക് വരാതിരിക്കാനായിട്ട്
ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടാണ് അത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇതിലൊന്നും ഉൾപ്പെടാത്ത, ഒന്നും അറിയാത്ത എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോ, ഫ്രണ്ടൊന്നും പറയാൻ പറ്റത്തില്ല, അവനും മോഡലിംഗ് ചെയ്യുന്നതാണ്, ഞങ്ങൾ കൊളാബ് ചെയ്യാൻ നേരത്തെ പരിചയപ്പെട്ടാണ്. അവന്റെ ഫോട്ടോസ് വെച്ചിട്ടാണ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവനും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം എത്ര പേരോടാണ് അങ്ങനെയല്ല 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 എന്ന് പറയുക. അങ്ങനെ പോയാലും ഇവനെ ആരും പിടിക്കാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും എടുത്തുകൊണ്ടിട്ട് വളരെയധികം പ്ലാൻ ചെയ്തിട്ടാണ് പുള്ളി കളിച്ചിട്ടുള്ളത്. പക്ഷെ പുള്ളിക്ക് തെറ്റ് പറ്റിയത് ഞാനത് മുന്നോട്ട് വന്നപ്പോഴാണ്. കാര്യം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലുത് അവളുടെ മാനമാണ്. ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ ഇങ്ങനെയായി നിൽക്കുമ്പോൾ പിന്നെ ഞാൻ എന്തിനു മരിക്കണം? അതിൽ നല്ല ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയല്ല. അതും ഓരോ അക്കൗണ്ടുകൾ എടുത്തേക്കുന്നതും എന്റെ പേരിലാണ്. ഞാനാണ് ചെയ്യുന്നതെന്ന രീതിയിൽ എന്റെ ഫുൾ അഡ്രസ്സും ഞാൻ തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോ എല്ലാവരും കരുതുന്നത് ഞാൻ സ്വയം ചെയ്യുന്നു എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഞാൻ ചെയ്തതല്ല, എന്റെ ഭാഗത്തുനിന്ന് വന്നത് തെറ്റല്ല. ഇതാരും ചെയ്യാത്ത കാര്യമൊന്നുമല്ല. സ്നേഹിക്കുമ്പോ എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അതില് ഇത് എനിക്ക് അറിയേണ്ടത് ഒരു കാര്യമായിരുന്നു. ഇത് ശരിക്കും ആരുടെ മൊബൈൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്? അവന്റെ ഫോണിലാണ് എടുത്തിട്ടുള്ളത്. അതില് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് 2 ദിവസം പല പല പോർഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് ആണ്. അതില് ഒരു എണ്ണം ഓക്കെ എന്റെ സമ്മതത്തോടു കൂടിയിട്ട് എടുത്തതാണ്. ബാക്കി എടുത്ത സമയത്ത് അതിനുശേഷമാണ്, ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് എനിക്ക് മറ്റു പെൺകുട്ടികളുടെ വീഡിയോസ് അയച്ചു തന്നത്. അപ്പോഴാണ് ആളിങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ ഒന്നിനും തയ്യാറായിരുന്നില്ല. അപ്പോഴ് ഭീഷണി തുടങ്ങി. ഇത് കാണിക്കും, ഇത് വൈറലാക്കും, ഇത് ആളുകൾക്ക് കൊടുക്കും എന്ന രീതിയിൽ. അപ്പോ വേണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം എന്തിനങ്ങനെ നിന്നു, നോ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളത്. നോ പറഞ്ഞാലുള്ള സിറ്റുവേഷൻ ആണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തണമായിരുന്നു, ഞാൻ വഴങ്ങി കൊടുക്കണമായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും പോലെ, എല്ലാ പെൺകുട്ടികളും ചിന്തിക്കും പോലെ വഴങ്ങി കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. പിന്നെ അതില് നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഏതൊരു സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് നമ്മൾ സംസാരിച്ചപ്പോ മിയ ഓർക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഒരു അസാധാരണ പെൺകുട്ടി തന്നെയാണ്. ഇന്ന് സമൂഹത്തിന് മുൻപിൽ നിങ്ങൾ മുഖം മറയ്ക്കാതെ ധൈര്യസമേതം, അതായത് ഒരു തെറ്റ് തന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റ് ഇങ്ങനെയാണ്, എന്നെ ചീറ്റ് ചെയ്തവൻ ഇതാണ് എന്ന് സമൂഹത്തിനോട് വെളിപ്പെടുത്താൻ തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ന് ഇയാൾ ഏത് ജയിലിലാണ് ഇയാള് കിടക്കുന്നത്? തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രത്താണ്. കൂടുതൽ അപ്ഡേഷൻസ് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടെ ആയതുകൊണ്ട് വീട്ടുകാരുമായിട്ട്. ഇയാള് എന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ആ ഡേറ്റ് മിനിയാന്നാണോ? 19ആണോ 20? 20ആണെന്ന് തോന്നുന്നു. ഡേറ്റ് നോക്കിയാലേ കറക്റ്റ് അറിയത്തുള്ളൂ. ഓക്കെ. എന്തായാലും നിങ്ങൾ കൊടുത്ത പരാതി പ്രകാരം പോലീസ് എടുത്തിരിക്കുന്ന വകുപ്പുകൾ നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 354D, പിന്നെ 506 ഉണ്ട്, 66C വരുന്നുണ്ട്, 66E വരുന്നുണ്ട്, 67A വരുന്നുണ്ട്. ഇതില് ഈ 66 ഒക്കെ IT ആക്ട് ആണ്. IPC വരുന്നത് ആകെ 354Dയും 506ഉം മാത്രമാണ്. ഞാൻ ഇതിന്റെ ഇപ്പൊ ശിക്ഷ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പരിശോധിച്ചിരുന്നു. അത് പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു പെൺകുട്ടിക്ക് നേരിട്ടിട്ടുള്ള വളരെ മ്ലേച്ഛകരമായിട്ടുള്ള വലിയൊരു ചതിയാണ്. കാരണം ഈ ഒരു മിയ എന്ന് പറയുന്ന പെൺകുട്ടിയിൽ മാത്രം നിൽക്കുന്ന ഒരു ചതിയല്ല. ഇന്ന് മിയ ഇത് മുന്നോട്ട് വന്നുകൊണ്ട്, ധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി ഇയാൾക്ക് ചതിക്കാൻ മറ്റ് ഇരകളെ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം. ഇതിൽ 354D എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം പിന്തുടർന്ന് ശല്യപ്പെടുത്തലാണ് 3 വർഷം വരെ പ്ലസ് പിഴ ശിക്ഷ മാത്രമാണ് വരുന്നത്. ഇതില് പിഴ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഖ്യയാണ്, വലിയ സംഖ്യയൊന്നുമല്ല. കോടതിയുടെ പിഴ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ വരുന്നത് 506 ആണ്. ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, ശരീരത്തിനോ സ്വത്തിനോ പ്രശസ്തിക്കോ മാനഹാനി വരുത്തുക. അത് മാനഹാനി വരുത്തുക എന്നുള്ള വകുപ്പ് കൊണ്ടാണ് 2 വർഷം വരെ പ്ലസ് പിഴ ശിക്ഷയാണ് വരുന്നത്. പിന്നെ IT ആക്ട് പ്രകാരമാണ് വരുന്നത്. 66C വരുന്നുണ്ട്. അത് മിയയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയതിനാണ്. അത് 3 വർഷം പ്ലസ് 1 ലക്ഷം പിഴയാണ് വരുന്നത്.
പിന്നെ സെയിം വരുന്നു IT ആക്ട് 67 67A വരുന്നുണ്ട്. സ്വകാര്യ നിമിഷങ്ങളിൽ എടുത്ത വീഡിയോ, ഫോട്ടോസ് എന്നിവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചതിന് അതിന് 5 വർഷം പ്ലസ് 10 ലക്ഷം പിഴയാണ്. ഇനി ഇതൊക്കെ കൂടെ അനുഭവിച്ചു കഴിഞ്ഞാലും ഇയാൾ ആകെ അനുഭവിക്കുന്നത് 5 ലക്ഷം എന്ന് പറയുക, 5 വർഷം എന്ന് പറയുന്നത് മാക്സിമം ശിക്ഷയാണ്. നമ്മൾക്കറിയാം, ഞാൻ ഒരുപാട് വ്യവഹാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞാൽ ഇയാൾക്ക് കിട്ടുക ഏകദേശം, എന്റെ ഒരു ഊഹം വെച്ചിട്ട് മാക്സിമം ശിക്ഷ കിട്ടുക 2 അല്ലെങ്കിൽ 3 വർഷത്തിന്റെ ഇടയിൽ മാത്രമാണ്. ഈ എല്ലാ കുറ്റത്തിനും ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആനുകൂല്യം നമ്മുടെ പ്രതികൾക്കുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ആജീവനാന്ത ശിക്ഷ, 2, 3 ആജീവനാന്ത ശിക്ഷയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ 10 12 വർഷം കൊണ്ട് ഇവന്റെ 30 വർഷം അനുഭവിക്കേണ്ട ശിക്ഷ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇവൻ ഈ 5 3 8 വരുന്നു, 8 2 10 10 3 13 വർഷം ശിക്ഷ കിട്ടേണ്ടിടത്ത് ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരിക. ഇതെല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നുള്ള ആ ഒരു നിയമം നമ്മുടെ ആ ഒരു ഇതിലുള്ള കോടതി കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം ഇയാൾക്ക് 3 വർഷത്തിന്റെ അപ്പുറം ശിക്ഷ കിട്ടില്ല. ഇനി ഫൈൻ അടയ്ക്കുകയാണെങ്കിൽ ഏറി വന്നാൽ 12 അല്ലെങ്കിൽ 13 ലക്ഷം രൂപ മാത്രമാണ്. ഇയാൾ സാമ്പത്തികപരമായിട്ട് സൗണ്ട് ആണോ ഈ വ്യക്തി? പ്രാപ്തിയുള്ള ആളാണോ? അതായത് അതെ, അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എത്ര കേസ് കൊടുത്താലും എവിടെ പോയാലും. അത് ഞാനൊരു വോയിസ് ചേട്ടന് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നുകിൽ ഗതിയില്ലാതെ നീ ചാകുക, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈകൊണ്ട് നീ ചാവുക. ഓക്കെ, രണ്ടാലും ഒന്ന് നടക്കുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എൻ്റെ പുറകെ ടോർച്ചർ വെച്ചിട്ടുണ്ടാവും, എല്ലാ സംഭവങ്ങളും പുറത്ത് ചാടിക്കും. എൻ്റെ വീഡിയോസ് ആ ലാപ്പിൽ നിന്നെങ്ങാനും നീ എടുത്തിട്ട് നീ വിട്ടു എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാൾക്കൂട്ട് അവിടെ നിൻ്റെ വീട്ടിലുണ്ടാവും. നിൻ്റെ തള്ളേനും തന്തേനും ആ വീട് മൊത്തം കത്തിച്ച് കളയും. ഉള്ളത് നീ എഴുതി വെച്ചു. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ കേസാക്കുകയാണെങ്കിൽ കേസാക്കി. ഞാൻ അവിടെ മഞ്ചേരി SIനോട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഈ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് മലപ്പുറം സൈബർ സെല്ലിലൊക്കെ എൻ്റെ കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. ഞാനിവിടെ ഫോർച്യൂൺ ജിമ്മിലാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വരുന്നത്. മഞ്ചേരി SIനടുത്തും എൻ്റെ അളിയനാണ് അവിടുത്തെ കോൺസ്റ്റബിൾ. ഇവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്റെ അക്കൗണ്ടിന് എന്തെങ്കിലും പറ്റിയ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയ, എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയ ആളുകൾ അറിയണം എന്ന രീതിയിൽ ഞാനത് എന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള തെളിവ്, അതായത് ഇതാണ് ഇവന്റെ സ്വഭാവം എന്നറിയുന്നതുകൊണ്ട് 2 പ്രാവശ്യം ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ എല്ലാം നശിപ്പിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് വെച്ച് പോയ ആള് പിന്നെയും എനിക്ക് ഭീഷണിയായിട്ട് വരും എന്നെനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാനും പറഞ്ഞായിരുന്നു, ഞാനും എല്ലാം നശിപ്പിച്ചു, അതൊന്നും കൊണ്ട് ഞാൻ വരത്തില്ല. പക്ഷെ ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ ഞാനത് എങ്ങും അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നാൽ അവനത് ചെയ്തു. ഞാൻ സൂക്ഷിച്ചു വെച്ചോ ഇല്ലയോ, അത് എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. പക്ഷെ ഞാനത് എവിടെയും എടുത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെയ്തതെല്ലാം അവൻ തന്നെയാണ്. ആ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞ നിമിഷം എന്നോട് പറഞ്ഞായിരുന്നു, നീ എന്റെ മുഖം എവിടെയെങ്കിലും നീ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോസ് എവിടെയെങ്കിലും നീ അപ്ലോഡ് ചെയ്താല് അവന്റെ ജിമ്മിൽ നിന്നുള്ളവരെയും അവന്റെ ബന്ധുക്കളെയും കൂട്ടിയിട്ട് എന്റെ വീട്ടിൽ പോകും, എന്റെ അച്ഛനെയും അമ്മയും വീട്ടിനകത്തിട്ട് കത്തിക്കും. പിന്നെ പറഞ്ഞേക്കുന്നത് മഞ്ചേരി CI അവന്റെ ആളാണ്, മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അവന്റെ അളിയനാണ്. അതുകൊണ്ട് കേസും കാര്യങ്ങളൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല. പിന്നെ അതിന് മുന്നേ എന്നോട് പറയുന്നുണ്ട്, കേസുമായിട്ട് നീ മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പണം വാരി എറിയും, ഇതിനു വേണ്ടി എത്ര രൂപ ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. ആള് നല്ല സ്വത്തും ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ പോലും ഈ ഒരു കാര്യം, ഇവന്റെ മുഖം വെച്ചിട്ട് ഒരു കാര്യം, ഇവന്റെ അഡ്രസ്സ് വെച്ചിട്ട് ആ നാട്ടിൽ എവിടെയും ഒരു പോസ്റ്റോ, ഒരു FB പോസ്റ്റോ, ഒരു ഇൻസ്റ്റാ പോസ്റ്റോ, അല്ലെങ്കിൽ ഒരാളോട് പറയാനോ വയ്യ. ആ നാട്ടിലുള്ള മുഴുവൻ പേർക്കും കാര്യം അറിയാം. പക്ഷെ ഒരാൾക്ക് വാതറൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്താൽ അവർക്ക് അപ്പോഴേ ഫോൺ കോൾ പോകും, എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ. അത്രമാത്രം അവന്റെ ആളുകൾ കളിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രം. ഇതുവരെ അവന്റെ ഫേസ് എവിടെയും വന്നിട്ടില്ല. ആർക്കും എന്താണ് കാര്യമെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അത്രമാത്രം പണമായിട്ടും ഹോൾഡായിട്ടും അവനുണ്ട്. അത് അവൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നീ ഇനി എത്ര വലിയ കേസ് കൊടുത്താലും ഞാൻ പുഷ്പം പോലെ ഊരി വരും, ഊരി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഞാനുള്ളത് ദുബായിലാണ്. ദുബായ് അവിടെ വന്നിട്ട് നിന്നെ പൊക്കാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്റെ ആളുകളുണ്ട്, എന്റെ അളിയന്മാരൊക്കെ ഇവിടെയാണുള്ളത്, എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവിടെ വന്നിട്ടാണെങ്കിലും നിന്നെ ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിരിക്കും. അവന്റെ കൈവശം ഒരു തോക്കുണ്ട്. ആ തോക്കും കൊണ്ട് ഒരിക്കലും എന്നെ വന്നിട്ടുണ്ട് കൊല്ലാനായിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടേക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ ഓരോ പ്രാവശ്യം വരുമ്പോഴും അവൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, നാളെ വരണം, അവസാനമായിട്ട് എനിക്ക് നിന്നെ കണ്ടേ പറ്റും, പിന്നെ എന്റെ ലൈഫിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരത്തില്ല. ഞാൻ പോലീസിൽ ഇപ്പൊ കേസ് കൊടുത്തപ്പോഴാണെങ്കിൽ പോലും അവന് കാര്യം മനസ്സിലായപ്പോഴത്തേന് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കേസ് കൊടുത്ത്
കഴിഞ്ഞു. പുള്ളിക്ക് അത് എങ്ങനെയോ മനസ്സിലായത്, എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായി കഴിഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞത് എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു പെട്ടെന്ന്, നിർത്ത്, ഇവിടെ വെച്ചെല്ലാം നിർത്താം, കേസുകളൊക്കെ പിൻവലിക്കും, ഞാൻ ഇനി വരത്തില്ല, നാളെ പെരുന്നാള് അവസാനമായിട്ട് എനിക്ക് നിന്നോട് 1-2 കാര്യങ്ങൾ പറയണം, നീ ആരെ കൂടെ ഒന്ന് ജീവിച്ചോ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് അയച്ച മെസ്സേജുള്ള സ്ക്രീൻഷോട്ട് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് അയച്ച മെസ്സേജാണ്, നീ ആരെ കൂടെ എന്ന് വെച്ചാൽ ജീവിച്ചോ, ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല, അവസാനമായിട്ട് എന്നെ ഒന്ന് വിളിക്കണം, ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. അതായത് ഇതാണ് പുള്ളിയുടെ സ്വഭാവം. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തോളമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ത്രെറ്റനിങ് ഇതാണ്. വരുന്നു, നാളെ വരണം, എനിക്കൊന്ന് കാണണം, ഇനി ഞാൻ വരത്തില്ല. ഞാൻ പിന്നെയും എന്ത് ചെയ്യും, നാണം കിടുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് പോയി ഒന്ന് കാണുന്നത്. അത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്നുകിൽ എന്റെ വീടിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, അതല്ലെങ്കിൽ ലുലു, എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് കാണും, സംസാരിക്കും, പുള്ളി പോകും. പിന്നെയും കുറച്ച് ദിവസത്തേക്ക് ശല്യമൊന്നും ഉണ്ടാവത്തില്ല, പിന്നെയും വരും, പിന്നെ ഇത് തന്നെ ഭീഷണി കാര്യങ്ങൾ അങ്ങനെ തുടർന്നാണ്. അവസാനം ഒരു ദിവസം എനിക്ക് മെസ്സേജ് ചെയ്തു, ഇത് നീ ആരെയും കൂടെ ജീവിക്കാന്ന് കരുതണ്ട, സമാധാനത്തിൽ ജീവിക്കാന്ന് കരുതണ്ട, ഞാനിതെല്ലാം ഇങ്ങനെ ചെയ്യാൻ പോവാണ്, നിന്റെ അച്ഛനും സഹോദരന്മാർക്കും ഒക്കെ അയക്കാൻ പോവാണ് വീട്ടിലേക്ക്, നിന്റെ അമ്മ കണ്ടാൽ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലേ, ശരി എന്നാൽ നിന്റെ അമ്മയ്ക്ക് അയക്കാം. അപ്പൊ ഞാനൊരു ആൽബം ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ആൽബത്തില് നായകനായിട്ട് അഭിനയിച്ച ആൾക്കും സംവിധായകനും ഒക്കെ അയക്കുമെന്ന് പറഞ്ഞു, അച്ഛനും അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരി എന്റെ മരണമൊഴി എന്ന് പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചത്. അന്ന് എന്റെ കൈ മുറിച്ചു, കൈക്കുള്ളിൽ 5 സ്റ്റിച്ച് ഉണ്ട്, കൈക്ക് പുറത്ത് 11 സ്റ്റിച്ച് ഉണ്ട്, കൈയുടെ മൂവ്മെന്റ്, വിരലുകളുടെ മൂവ്മെന്റ് ഒക്കെ പോയായിരുന്നു 2 വിരലിന്റെ. പിന്നെ ഫിസിയോ ഒക്കെ ചെയ്തിട്ടാണ് അതൊക്കെ ഓക്കെ ആയത്, മെല്ലെ ഓക്കെ ആയത്. ഇപ്പോഴും എനിക്ക് കറക്റ്റ് വെയിറ്റോ കാര്യങ്ങളോ ഒന്നും കൈകൊണ്ട് ലിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു 8 മാസത്തോളം കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവം നടന്നിട്ട് ഒരു 2 മാസമേ ഉള്ളൂ. എന്നിട്ടും ഇത് ചെയ്തു. ഒരു കുറച്ച് ദിവസത്തേക്ക് ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ എന്റെ വീട്ടിലേക്ക് വരുവായിരുന്നു. നേരെ എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ അച്ഛന് വീഡിയോസ് കാണിച്ചു, എന്റെ സഹോദരന്മാരെ കാണിച്ചു, എന്റെ സഹോദരന്റെ ഭാര്യയെ കാണിച്ചു, എന്റെ വല്യമ്മ, എന്റെ അയൽവക്കത്തുള്ള വീടുകളിൽ മുഴുവൻ കാണിച്ചു, ഞാൻ വർക്ക് ചെയ്തിരുന്ന ജിമ്മിൽ കാണിച്ചു, ഒരുപാട് പേരെ കാണിച്ചു. ഞാൻ ഈ പറഞ്ഞ ആൽബത്തിലെ നായകനെ കാണിച്ചു. എന്നെ അറിയുന്ന ഒരുപാട് പേർക്ക് അത് ഷെയർ ചെയ്തത്. ഞാൻ മോഡലിംഗ് ചെയ്യുന്നതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തിരുന്ന കമ്പനികളിൽ അവരെയൊക്കെ കാണിച്ചു, കമ്പനി ഫൗണ്ടർമാരെ കാണിച്ചു. ഞാനൊരു കമ്പനിയുടെ കോ ഫൗണ്ടർ ആയിരുന്നു, അപ്പൊ അതിന്റെ ഫൗണ്ടറിനെ കാണിച്ചു. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്, പെൺകുട്ടികളായിട്ടും ആൺകുട്ടികളായിട്ടും ഒരുപാട് പേർക്ക് അത് ഷെയർ ചെയ്തു. അതില് ഒന്നടങ്കം ഞാൻ പറയുന്നില്ല, എന്നാലും സമൂഹത്തിന് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതും ഏത് കമ്പനിയെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒരു കമ്പനിയിലെ വളരെ ഫ്രോഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടറും, ആ കമ്പനിയുടെ ഫൗണ്ടറും ഒക്കെ കമ്പനിയുടെ ഫൗണ്ടർ പറഞ്ഞ വോയിസ് വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഒഴിവാക്കി. അത് 1 ടൈം ആയിട്ടാണ് അയച്ചത്. അപ്പൊ എനിക്ക് അന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. 1 ടൈം അയച്ചാൽ റെക്കോർഡ് ചെയ്യാനുള്ള ഐഡിയ ഒന്നും എന്റെ കയ്യിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു. ഐഫോൺ വാങ്ങിക്കൊടുത്ത കൂടെ നിൽക്കാന്നവരെ പറഞ്ഞ, അതായത് ഐഫോൺ വാങ്ങിക്കൊടുത്താൽ എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ, എന്റെ കൂടെ ഫിസിക്കൽ റിലേഷൻ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കാമെന്ന് വരെ പറഞ്ഞൊരു ഒരു മോഡലിംഗ് കമ്പനിയുടെ ഒരു ഫൗണ്ടർ ഉണ്ട്. അതുപോലെ എന്റെ 1-2 കൂട്ടുകാരെ സമീപിച്ചിരുന്നു. അവരൊക്കെ ഇപ്പോ ഈ കേസ് ആയതിനു ശേഷം ഞാൻ ലൈവിൽ വന്നിട്ട് ഞാൻ ചെയ്തതല്ല, എനിക്ക് പറ്റിയൊരു ചതിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്റെ ഒരു ഫ്രണ്ട് വന്ന് എന്നോട് സമ്മതിച്ചായിരുന്നു, എടി 2 ദിവസം മുന്നേ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വന്നിട്ട് അവന്റെ കൂടെ നിൽക്കാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചീത്ത വിളിച്ച് ബ്ലോക്ക് ചെയ്ത് വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വേറെ ആളെ പേരിലും കൂടെ കേസ് കൊടുത്തിട്ടുണ്ട്, കൂട്ടിന് നിന്ന ആളുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ആൾക്ക് ഓൾറെഡി പ്രശ്നമായി. ഇപ്പോ ആളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് പേര് പറയുന്നില്ല. ആ പുള്ളിക്കാരനെ വിളിച്ച് സമീപിച്ച് ഒന്ന് കൂടെ നിൽക്കുമെന്ന് ചോദിച്ചപ്പോ അവൻ ഞാൻ അവളുമായിട്ട് പലപ്പോഴും ഫിസിക്കലി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്ന ഒരാളുണ്ട്. അയാളുടെ വോയിസും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ കിട്ടി. അത് വെച്ചിട്ട് അയാളുടെ പേരിലും ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആളിപ്പോ അതിന്റെ പിറകെ ഓടിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ ഇവൻ പലവരെയും സമീപിച്ചിട്ടുണ്ട്. അതിൽ 3-4 പേരൊക്കെ കൂടെ നിൽക്കാന്നും പറഞ്ഞ് കൂടെ ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞയാളെ പോലെ കൂടെ നിന്നവരും ഉണ്ട്. അതുകൊണ്ട് ഒന്നടങ്കം ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ കൂടെ നിന്ന് സഹായിക്കാമെന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് കരുതുന്ന ഒരു കൂട്ടം ആണുങ്ങളും ഉണ്ട്. അവരെ ആണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ പബ്ലിക്കായി പറയുന്നത് ഒന്നും തോന്നണ്ട. അത് ഞാൻ എല്ലാവരും ലക്ഷ്യത്തോടു കൂടി വരിക. എനിക്ക്
എനിക്ക് വന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതിന് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്നാൽ അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അവരെയൊക്കെ ആണെന്ന് പറയാൻ തന്നെ, സത്യം ആൺവർഗത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ തന്നെ നല്ല അപമാനമാണ്. അത് അവരെ ആരുടെയും ഞാൻ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് അറിയുന്നവരാണ്, എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരുമാണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞ് വെറുതെ അതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടും അതുപോലെ ഇപ്പോ എനിക്ക് തോന്നുന്നു മലപ്പുറത്തെ തങ്ങൾ കുടുംബം പ്രധാനപ്പെട്ട കുടുംബമാണല്ലോ, തങ്ങന്മാരുടെ കുടുംബം, പാണക്കാട് തങ്ങന്മാർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു മിയ അയച്ചു തന്നത്. എങ്ങനെയാണ് ഇവരുടെ ആ ഒരു ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് മിയയ്ക്ക് മനസ്സിലായിട്ടുള്ളത്? അതെനിക്ക് പുള്ളി തന്നെ അയച്ചു തന്നതാണ്. അതായത് പാർട്ടിപരമായിട്ട് നീ നീങ്ങാന്ന് കരുതണ്ട, എന്റെ കുടുംബത്തിന്റെ പാർട്ടി ബലം നോക്കെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അയച്ചു തന്നതാണ്. ഒന്നാമത് മലപ്പുറമാണ്, ഏരിയ അങ്ങനത്തതാണ്. ആ ഫോട്ടോയും കൂടെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, അപ്പൊ ഒരിക്കലും എനിക്ക് അങ്ങനെയും മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അത് ഏത് പോസ്റ്റിലുള്ള ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ നാട്ടിൽ വന്നപ്പോഴത്തേന് ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ എന്റെ കണ്ണാലെ കണ്ട കാര്യമല്ല, ഞാൻ ഒരിക്കലും അത് ചിലപ്പോ അത് സത്യമാണെന്ന് ഞാൻ വാദിക്കുന്നില്ല, ഒരു പക്ഷെ ആകാം, പക്ഷെ അത് എന്താണെന്ന് ഞാൻ പറയാം. ഒരിക്കലും ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടില്ല. എന്നോട് അവൻ പറഞ്ഞതാണ്, നീ പിറ്റേന്നല്ലേ വന്നത്, തലേന്ന് തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് 4000-6000 രൂപയുടെ വേണ്ടി വാച്ച് എന്റെ നാട്ടിൽ വന്ന് സ്റ്റേഷനിൽ വന്ന് സമീപിച്ചിരുന്ന പോലീസുകാരന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് അവൻ പറഞ്ഞതാണ്. എനിക്ക് സത്യാവസ്ഥ അറിയത്തില്ല. കൊടുത്തെന്ന് അവൻ പറഞ്ഞ അവനാണ്, വാങ്ങിയത് അദ്ദേഹവുമാണ്. അവർക്ക് മാത്രമേ ചിറയൻകീഴ് സ്റ്റേഷനിലെ പോലീസുകാരനെ കുറിച്ചാണോ അതോ മറ്റേതെങ്കിലും? അതെ, ചിറയൻകീഴ് സ്റ്റേഷനിലെ പോലീസുകാരന് കൊടുത്തു എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞതാണ്. അതിൽ എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. മേ ബി ഇനി അങ്ങനെ പോയിട്ട്, അതായത് എന്റെ നാട്ടിലെ വരെ പോലീസുകാരനെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് നീ ആ വഴി നോക്കണ്ട എന്നൊരു അർത്ഥത്തിൽ പറഞ്ഞതാണോ എന്നും എനിക്കറിയത്തില്ല. അന്ന് അതേ സാറ് തന്നെ എന്നെ കുറിച്ച് മോശമായിട്ട്, അതായത് എന്റെ വീഡിയോസ് കാണിച്ചായിരുന്നു, അപ്പൊ എന്നെ കുറിച്ച് മോശമായിട്ട് 1-2 കാര്യങ്ങൾ ചോദിച്ചു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതൊക്കെ വെച്ചിട്ട് പിന്നീട് എനിക്ക് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു മടിയുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കൈമുറിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, കൈമുറിച്ച് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയ രീതിയിൽ ഹോസ്പിറ്റലിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനാണ് എന്റെ വീട്ടുകാർക്ക് ഞാൻ ഒരുപാട് എന്തൊക്കെയോ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് അച്ഛനും അമ്മയും കാര്യം ചോദിച്ചത്. കാര്യം ഞാൻ പറഞ്ഞു. അന്ന് എന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് വന്നാലും ആകാശത്തിന് താഴെ കൂടെ വരുന്ന എന്തിനും അച്ഛൻ കൂടെ ഉണ്ടാവും, പക്ഷെ ഇനി മരണത്തെ കുറിച്ച് ചിന്തിക്കൽ, ഇനി അവനായിട്ടൊരു കോണ്ടാക്ട് പാടില്ല, ഇനി അച്ഛനും അമ്മയും പറഞ്ഞ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഉറപ്പും കൊടുത്തു. അച്ഛനും അമ്മയും അന്ന് മുതൽ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. പിന്നീട് അവൻ വീട്ടിൽ വന്നപ്പോഴത്തേനും, വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും അച്ഛൻ നീ കാണിക്കാൻ പറ്റുന്നിടത്തൊക്കെ കാണിച്ചു, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിക്കുക ചെയ്തത്. അപ്പൊ അത് പാളിപ്പോയി എന്നറിഞ്ഞപ്പോ പുള്ളി പിന്നെ അടുത്തടുത്ത ഘട്ടങ്ങൾ ഓരോന്നായിട്ട് നോക്കാൻ, അതായത് ഓരോ പ്രാവശ്യം പിന്നെ ഞാൻ പുള്ളിനെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല. അതായത് ഓരോ പ്രാവശ്യം ത്രെറ്റനിങ് ആയിട്ട് വരുമ്പോഴത്തേനും പുള്ളിയുടെ വിചാരം ഞാൻ പിന്നെയും കോണ്ടാക്ട് ചെയ്യും. അതായത് എന്നോട് പറയും, ഇപ്പൊ ഈ ലാസ്റ്റ് 2 ദിവസം കൂടി മെസ്സേജ് അയച്ചായിരുന്നു, ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, നീ എനിക്കൊന്ന് ജസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. പക്ഷേ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു, അവൻ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും, ഒരു കാരണവശാലും അതിലൊന്നും വീണ് പോകരുത്, നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു, ഒരു മെസ്സേജിന് പോലും റിപ്ലൈ കൊടുത്തില്ല. ഞാൻ ഒരു മെസ്സേജിന് പോലും റിപ്ലൈ കൊടുത്തില്ല. പക്ഷെ ഓരോന്ന് അവൻ ഇങ്ങനെ അവിടെ ഇട്ടു ഇവിടെ ഇട്ടു എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോകൾ തരുമ്പോഴും വൺ ടൈം ആയിട്ടായിരിക്കും അയക്കുന്നത്. ടെലഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന്റെയൊക്കെ വീഡിയോസ് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നപ്പോഴത്തേനും ഞാനത് ഓരോരുത്തരുമായിട്ട്, ഫ്രണ്ട്സുമായിട്ടും പോലീസുകാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോ എന്നോട് പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു അത് ബ്ലോക്ക് ചെയ്യും, ഇനി അവന് റിപ്ലൈ കൊടുക്കാനേ നിൽക്കണം. പക്ഷെ എൻ്റെ കൂടെ ചേറെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഒരു മാഡം പറഞ്ഞായിരുന്നു, മാക്സിമം തെളിവുകൾ കയ്യിൽ വേണം, നമുക്ക് കോർട്ടിൽ ഹാജരാക്കാനാണെന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ ബ്ലോക്ക് ചെയ്യാണ്ട് ഒന്നും മിണ്ടാണ്ട് നിന്നു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നതിനനുസരിച്ച് ആള് പ്രൊവോക്ഡ് ആയിട്ട് ഓരോന്ന് പറയുകയും എടുക്കുകയും ചെയ്യുന്നത് ഞാൻ വൺ ടൈം ആയിട്ട് വിട്ടാൽ ഞാൻ സ്ക്രീനിൽ വീഡിയോ വൺ ടൈം ആയിട്ട് വിടുന്ന വീഡിയോസ് മാത്രം നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും വോയിസിൽ പറയുന്ന കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൺ ടൈം ആയിട്ട് വിട്ടാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ശേഖരിച്ച കുറെ തെളിവുകളാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. പിന്നെ പഴയ കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും, പിന്നെ ആ വീഡിയോയിലുള്ള ആളാണെന്ന് തെളിയിക്കാനുള്ള ഒറിജിനൽ വീഡിയോയും, അതായത് രണ്ടുപേരുടെയും ഫേസ് റിവീൽ ആകുന്ന വീഡിയോസും വീട്ടില് ഉണ്ട്. വീട്ടിലല്ല, ഞാൻ വേറൊരിടത്താണ് സൂക്ഷിച്ചേക്കുന്നത്. കാര്യം ഇതിനോടകം തന്നെ ഈ പ്രശ്നം നടക്കുന്നതിന്റെ അന്ന് തന്നെ അതായത് അമ്മ പോയി FIR കൊടുത്തതിന്റെ അന്ന്
ഞാൻ സിറ്റിയിലുള്ളതാണ്, മുകേഷ് പറഞ്ഞിട്ട് വന്നതാണ്, എന്റെ പേര് ഉണ്ണി എന്ന് പറഞ്ഞോട് ഒരാൾ എന്റെ വീട്ടിൽ കയറി ചെന്നായിരുന്നു. എന്റെ അച്ഛനോട് പോയിട്ട് അച്ഛന്റെ പേരൊക്കെ ചോദിച്ചു. അച്ഛൻ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് അവന്റെ വണ്ടി നമ്പർ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ട്രേസ് ചെയ്തപ്പോൾ അത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള കോരാണി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിരുന്നു. പക്ഷെ അവിടെ വന്നവൻ പറഞ്ഞത് ഞാൻ സിറ്റിയിലുള്ളതാണ്, മുകേഷ് പറഞ്ഞിട്ട് വരുന്നതാണ്. അത് കാരണം എന്റെ വീട്ടിലുള്ളവർക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ വീട്ടിലുള്ള സാധനം സൂക്ഷിച്ചേക്കുന്ന, പക്ഷെ വേണ്ടി എന്നാൽ കോടതിയിൽ ഹാജരാക്കാൻ രണ്ടുപേരുടെയും ഫേസ് റിവീൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. അത് ഇത്രയും വലുതാക്കിയത് അവൻ കരുതിയത് ഞാൻ മരിക്കുമെന്നായിരുന്നു. ആ ചിന്ത ഞാൻ മാറ്റി വെച്ചെടുത്തെന്നാണ് ഇത്രയും വലിയൊരു പ്രശ്നം. അതായത് ഇപ്പൊ എന്റെ വീട്ടിൽ പോലും എന്റെ വീട്ടുകാർക്ക് മര്യാദയ്ക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ അപായപ്പെടുത്താൻ വരെ ആളുകൾ വരുന്നത് ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിലാണ്. വെറുതെ എന്നെ എന്റെ വഴിക്ക് വിട്ട് രണ്ടുപേരും പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ്. ഞാനിനി എങ്ങനെയോ ജീവിക്കട്ടെ, ചിലപ്പോ ഞാൻ ആരെങ്കിലും കൂടെ ജീവിക്കുമായിരിക്കും, ചിലപ്പോ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കട്ടെ, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല, അവന്റെ പിറകെ ചെന്നിട്ടില്ല, ശല്യം ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അവന്റെ ശല്യം കാരണമാണ് അവിടെ നിൽക്കാൻ വയ്യാണ്ട് ഞാൻ കയറി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ട് പോലും അവൻ അവന്റെ ഒരു പെൺകുട്ടി, അത് ആരാണെന്നൊന്നും അറിയത്തില്ല, മീനാക്ഷി എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് ഞാനിവിടെ വന്ന് എനിക്ക് ജോലിയൊന്നും വാങ്ങിത്തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലില് കാഷ്യർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടിയെ കൊണ്ട് അവൻ ആ വീഡിയോസ് വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് ആ കുട്ടി, അത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജോലിയിൽ കയറിയിട്ട് 1.5 ആഴ്ച ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ 1.5 ആഴ്ചയും ആ കുട്ടി സിക്ക് ലീവ് ആയിരുന്നു. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് നൈറ്റ് 7 മുതൽ രാവിലെ 7 മണി വരെ ആയിരുന്നു, 12 hours ഡ്യൂട്ടി ആയിരുന്നു. ഈ സമയത്ത് ഞാൻ ഒരിക്കൽ പോലും ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നേരിട്ട് ഒരു പരിചയമില്ലാത്തൊരു കുട്ടി ഈ വീഡിയോസ് എടുത്തിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ എന്നോട് വന്നിട്ട് അതായത് നിങ്ങളുടെ മോശമായിട്ടുള്ള വീഡിയോ ആണോ ഉദ്ദേശിച്ചത്? അതാണോ സ്റ്റാറ്റസ്? അല്ലല്ല, അങ്ങനെയല്ല. ഇവൻ എന്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതില് അത്രയും ദിവസം എന്റെ ഒരു നല്ല ഫോട്ടോയോ ഒരു നല്ല വീഡിയോ പോലും അവൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എല്ലാം മോശമായിട്ടുള്ള. പക്ഷെ അന്ന് ഇവൾക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രം എന്റെ ഒരു നോർമൽ വീഡിയോ, ഞാൻ എന്റെ അക്കൗണ്ടിൽ വിട്ടിരിക്കുന്ന നോർമൽ ഒരു നല്ലൊരു വീഡിയോ, ഞാൻ മെട്രോയിൽ നിൽക്കുന്ന ഒരു വീഡിയോ സ്റ്റാറ്റസ് ഇട്ടു. അതാകുമ്പോ ഇവളെ ആരും സംശയിക്കത്തില്ല. ആ ലിങ്ക് എടുത്തിട്ട് അവള് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ നോർമലി ആ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഞാനാണെന്നുള്ളത്, അതെ, ഞാനാണെന്ന് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ അക്കൗണ്ട് ഫുള്ള് ചെക്ക് ചെയ്യും. അപ്പൊ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണും. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് കളിച്ചതാണ്. ഞാൻ ഒരിക്കലും ഇപ്പോഴും പറയില്ല അവൾ അറിയാണ്ട് ചെയ്തതാണ്. അവളോട് ഞാൻ പോയി ചോദിച്ചപ്പോഴത്തേന്, അതായത് എന്നോട് വന്നിട്ട് ഹോട്ടലിന്റെ റെസ്റ്റോറന്റ് ഓണർ വന്നിട്ട് ചോദിച്ചു, ഇതെന്താണിത്? അതായത് അദ്ദേഹവും കരുതിയത് ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിട്ടാണ് കരുതിയത്. എന്നോട് ചോദിച്ചു, ഇതെന്താണിത്? ചോദിക്കാൻ തന്നെ അറപ്പ് തോന്നുന്നു, ഇതെന്താണിതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. നിനക്ക് അറിയേണ്ടതാണോ മീനാക്ഷി? ഇത് നിന്റെ മീനാക്ഷിയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എനിക്ക് അവൾ ആരാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അറിയാത്ത കാര്യം അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ റൂമിൽ പോയിട്ട്, അവളപ്പോ റൂമിൽ സിക്ക് ലീവ് ആയിട്ട് റൂമിലുണ്ടായിരുന്നു, റൂമിൽ പോയിട്ട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചോളാൻ പറഞ്ഞു. ഞാൻ പോയി ചോദിച്ചു. അപ്പൊ അവൾ ആദ്യം പറഞ്ഞു, ഇല്ല, അവൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, അവള് ജസ്റ്റ് ആ കറങ്ങുന്ന വീഡിയോയെ കണ്ടുള്ളൂ. അപ്പോ ഇത് ഞങ്ങള് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണല്ലോ എന്ന് കരുതി സ്കിപ്പ് ചെയ്ത് കളഞ്ഞെന്ന്. ഞാനും ഉണ്ടായിരുന്നു അന്നേരം റൂമിൽ. വേറൊരു കുട്ടി, ആതിര എന്ന് പറഞ്ഞൊരു വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആതിര ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു, ഞാന് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സലീമ ഖാൻ, അതായത് ഈ ഹോട്ടലിന്റെ ഓണറിനെയല്ലേ കാണിക്കാൻ ശ്രമിക്കൂ, വേറെ ആരെയും കാണിക്കാൻ ശ്രമിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോ അവള് പറഞ്ഞു, ഞാൻ ജസ്റ്റ് ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചായിരുന്നു സലീമാക്കാക്ക് അയച്ചു കൊടുക്കാനെന്ന്, ഓണറിന് അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് പിന്നെ പറഞ്ഞത്, ഞാനിത് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഞാനൊന്നും ചെയ്തില്ല, എങ്ങനെയോ അറിയാണ്ടത് വാട്സാപ്പ് സ്റ്റാറ്റസ്. അതിലൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതോടുകൂടിയിട്ട് എന്റെ ജോലി പോയി. എന്തായാലും അതോടുകൂടിയിട്ട് എന്റെ ജോലി പോയി. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് ഈ ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഇതുവരെ ജോലി ഇല്ല. ഞാനിപ്പോ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ജോലിയില്ല. ഞാനിപ്പോ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
മാന്യപ്രേക്ഷകരെ, ഈ റഫീഖിനെതിരെ ചിറയൻകീഴ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. അയാളുടെ FIR നമ്പർ വരുന്നത് 0472 472/24 എന്ന് പറയുന്ന FIR നമ്പർ പ്രകാരമാണ്. 16-ാം തീയതി ഇയാൾക്കെതിരെ FIR ഇട്ട് ഇന്ന് ഇയാൾ റിമാൻഡിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് പറയേണ്ടത്, ഞാൻ മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം ആർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. മലപ്പുറത്തുള്ള ഈ റഫീഖ് എന്ന് പറയുന്ന ആൾക്കെതിരെ, ഈ റഫീഖിനെ കൃത്യമായിട്ട് നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഈ പറയുന്ന മിയ ആയാലും ലക്ഷ്മി ആയാലും അതല്ലെങ്കിൽ ഒരുപാട് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഒരുപാട് പെൺകുട്ടികളെ ഇതുപോലെ ചീറ്റ് ചെയ്യുക, എന്നിട്ട് ഇവരുമായിട്ടുള്ള കിടപ്പറ രംഗങ്ങൾ പോലും ഇവരെ പല സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അവരുമായിട്ടുള്ള ബന്ധം പങ്കിടുക, അത് മൊബൈലിൽ ചിത്രീകരിക്കുക, അത് ഇവർ അറിയാതെ ഒരുപാട് ചിത്രീകരിക്കുക, എന്നിട്ട് ആ ബന്ധം വിട്ടുപോകും. തന്റെ ഈ വലയിൽ നിന്ന് വല പൊട്ടിച്ചു പോവാൻ തുനിയുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വീണ്ടും തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരിക. ആ വരുതിയിൽ നിൽക്കാൻ ഇനി ഒരിക്കലും ഇവന്റെ വലയിൽ ഞാൻ ചാടില്ല എന്ന് തീരുമാനമെടുത്ത മിയയെ പോലുള്ള കുട്ടികളെ, സഹോദരിമാരെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം. അവർക്ക് വലിയ സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. കാരണം ഇവൻ കരുതിയത് ഈ പെൺകുട്ടിയും മിയ എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദരിയും ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് ഏറി വന്നാൽ ഒരു കേസ് വരിക ആത്മഹത്യ പ്രേരണ കുറ്റം എന്നുള്ളത് തന്നെയാണ്. അത് 1000-ലോ 1,00,000-ലോ ഒരാൾ മാത്രമേ ഈ ആത്മഹത്യ ചെയ്യുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും സാധാരണ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഇവന്റെ ആ വല പൊട്ടിച്ചു പോകാൻ നിൽക്കില്ല. ഇവൻ പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് ഇവന്റെ കാമം തീർക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ഇവൻ നിർദ്ദേശിക്കുന്നവരുടെ കാമം തീർക്കാൻ വേണ്ടി ഒരു ഇരയായി മാത്രം ഇവർ മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇരയായി നിൽക്കാൻ എന്റെ നട്ടെല്ല്, എന്റെ പേഴ്സണാലിറ്റി സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മിയ എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ കൃത്യമായിട്ട് നിയമത്തിന്റെ വഴികളിലേക്ക് വന്നു. ആത്മഹത്യയുടെ ജീവൻ കളഞ്ഞുകൊണ്ട് പോകാനുള്ള വഴിയല്ല തെരഞ്ഞെടുത്തത്. അത്തരത്തിൽ വന്ന കൃത്യമായുള്ള കാര്യം വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇവനെതിരെ പോലീസ് എടുത്തിട്ടുള്ള വകുപ്പുകൾ വളരെ ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓരോന്നും പരിശോധിച്ച് ഓരോ വകുപ്പുകളും, അതുകൊണ്ട് തന്നെ ആ വകുപ്പുകൾ പ്രകാരം അവൻ ഏറി വന്ന 10-ഓ 12-ഓ, ഏറി വന്നാൽ 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ വീണ്ടും പുറത്തു വരും. പുറത്തു വന്നു കഴിഞ്ഞാൽ അവന് കേസ് കോടതിയുമായിട്ട്, ഈ പെൺകുട്ടിയുടെ അമ്മയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഒരമ്മയ്ക്ക് എത്രത്തോളം നിയമത്തിന്റെ വഴികളിലൂടെ, അതല്ലെങ്കിൽ ഈ വക്കീലന്മാരുടെയും കോടതികളുടെയും പോലീസിന്റെയും ആ ഒരു വിഴുപ്പലക്കൽ, അവരുടെയൊക്കെ ആ ഒരു ക്രൂരമായിട്ടുള്ള പെരുമാറ്റവും അതല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളും മറ്റു മൊഴിയെടുക്കലും ഒരുപാട് ആ കടമ്പകളിലൂടെ കടന്നു പോയിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റും എന്നുള്ളത് സംശയം തന്നെയാണ്. ഒരു പക്ഷേ ഈ കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പോലും അവർ നിർബന്ധിതരായേക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ മിയ എന്ന് പറയുന്ന സഹോദരി ഒരിക്കലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. തയ്യാറാണോ മിയ? ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർ വന്നു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ തയ്യാറാണോ? എനിക്ക് വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേസ് എന്തായി, അപ്ഡേഷൻസ് ഉണ്ടോ. സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ ഊഹിക്കാവുന്നതാണ് ഒരു അച്ഛന്റെ അമ്മയെ അവസ്ഥ എന്താണെന്നുള്ളത്. എന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർബലമായിട്ടുള്ള സ്ത്രീയാണ് ഞാൻ. ഇത് വൈറലായി കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാവത്തില്ല എന്ന് ഞാൻ വാശി പിടിച്ചതിന്റെ പേരിൽ മാത്രമാണ് അന്ന് രാത്രി 1:30 മണിക്ക് തന്നെ എന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അല്ലെങ്കിൽ അമ്മ എത്തത്തില്ല. അന്ന് അത്രയും ഇതിൽ ഞാൻ ഇവിടെ കിടന്ന് ഞാൻ മരിച്ചു കളയും എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടിട്ടാണ് അമ്മ അത് ചെയ്തത്. പക്ഷെ ഇപ്പൊ അമ്മ പറയുന്നത് അമ്മയ്ക്ക് സ്വാഭാവികം. ഞാനെന്നല്ല, എന്റെ സ്ഥാനത്ത് ഏതൊരു പെൺകുട്ടി വന്നാലും അവരുടെ വീട്ടുകാർക്ക് ഒരു കാരണവശാലും നാട്ടിലും ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. എന്തായാലും അവരുടെ ഭാഗത്ത് അവരെന്താണ് അനുഭവിക്കുന്നത് എന്ന് കരുതി, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, സംഭവിച്ചു. പഴയ പോലെ നമ്മളെ കാണാൻ ഒരിക്കലും ആരും തയ്യാറാവില്ല. നമ്മൾ എന്തോ വലിയ തെറ്റ്, പക്ഷെ ഇതിനേക്കാളും വലുത് ചെയ്തവരൊക്കെ നമ്മുടെ നാട്ടിലെ പാട്ടും പാടി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുമായിരിക്കും, മാന്യന്മാരായിട്ട് നടക്കുമായിരിക്കും. പക്ഷെ അറിയാണ്ട് പറ്റിയ ഒരു കാര്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് അതിന്റെ ഇരട്ടിയാണ് ഞങ്ങളെ വീട്ടുകാർ അനുഭവിക്കുന്നത്. എന്റെ അമ്മയും അത് തന്നെയാണ് അനുഭവിക്കുന്നത്. എന്റെ അമ്മ ഇന്നലെ എന്നോട് അവസാനമായിട്ട് പറഞ്ഞത്, എന്തായാലും ഇത്രയായി, ഇനി എനിക്കൊന്നിനും വയ്യ, നാണക്കേട് കാരണം വയ്യ എന്നാണ് എന്റെ അമ്മ പറഞ്ഞത്. അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും അമ്മേനെ കുറ്റം പറയത്തില്ല. കാര്യം അമ്മയുടെ അവസ്ഥ അങ്ങനെയാണ്. അതിൽ എഴുതിയിട്ടുണ്ട് എന്റെ അമ്മയുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ള FIR ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഈ കേസിനായിട്ട് ഇറങ്ങി കയറി നടക്കുക എന്നുള്ളത്. ഇപ്പോ നിലവിൽ എനിക്കിപ്പോ ഈ ഒരു ന്യൂസ് എന്നല്ലാണ്ട് എനിക്കൊരു പിടിവള്ളിയില്ല. വക്കീല് കാര്യങ്ങള് കേസ് നടത്താൻ ഇനി എന്താണ് മുന്നോട്ട് അറിയത്തില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ ഈ പണത്തിന്റെ ബലത്തിലും എന്തായാലും ഇറങ്ങി വരും എന്നുള്ളത്. പഴയതുപോലെ തന്നെ അവൻ പാട്ടും പാടി നടക്കുകയും ചെയ്യും. ആരൊക്കെ പോയി? എനിക്ക് മാത്രം. എന്നെ കണ്ടവരുടെയിലോ അവരെല്ലാരും കരുതുന്നത് ഇപ്പോഴും ഞാനാണ്. അതൊന്ന് മാറ്റിയെടുക്കണം. കൂടുതലൊന്നും സാധിച്ചില്ലെങ്കിലും ഞാൻ കാരണമല്ല. ഇപ്പോഴും സേഫ് ആയിട്ട് മറഞ്ഞിരിക്കുന്ന അവന്റെ മുഖം
വെളിച്ചത്ത് കൊണ്ടുവരണം. എനിക്ക് അത്ര മാത്രമേ യെസ്, ഉള്ളൂ. അവന്റെ മുഖം ഇനി മാത്രമല്ല എന്താണ് മുന്നോട്ട് മിയ, ഞാൻ ഉറപ്പു തരുന്ന ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഉറപ്പു തരുന്നു, ഇവന്റെ വിത്തും പേരും എല്ലാം ഇവിടെ പുറത്തിടുക തന്നെ ചെയ്യും. ഇവന്റെ ഫോട്ടോയ്ക്കൊപ്പം തന്നെ ഇവന്റെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട്. മലപ്പുറത്ത് ഏത് കാട്ടിൽ ഒളിച്ച് കളഞ്ഞാലും അത് കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ള നാട്ടുകാരും എല്ലാവരും അറിയേണ്ടതുണ്ട്. മാത്രമല്ല മിയ ഇവിടെ പറഞ്ഞൊരു വാക്ക് ഇവിടുത്തെ എല്ലാ സംഘടനകളും കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇര ആരാണെന്നും വേട്ടക്കാരൻ ആരാണെന്നും അവന്റെ ജാതിയും മതവും തിരിച്ചൊക്കെ ഇവിടെ രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയം ഏതെന്നും നോക്കിയിട്ടൊക്കെ നിലപാടെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, സംഘടനകൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ സംഘടനയായിക്കോട്ടെ മതസംഘടനകളായിക്കോട്ടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും, ഒരേ ഒരു മകളാണ് ഈ പെൺകുട്ടി, ഈ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കണം. ഈ കുട്ടി അവിടെ വിദേശത്ത് ജോലി തേടിപ്പോയി, ആ ജോലി നഷ്ടപ്പെട്ടു. ഇനി ഈ കേസ് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് രാഷ്ട്രീയ സംഘടനകളായും മതസംഘടനകളായാലും നോക്കേണ്ടത് തന്നെയാണ്. അത് മിയ എന്ന് പറയുന്ന സഹോദരിയെ കൃത്യമായിട്ടും ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്റെ ഒരു സഹോദര ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഉറപ്പു തരുന്നു. മിയ, ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഒറ്റപ്പെടില്ല. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ള ഹിന്ദു സംഘടനകളുടെ സംസ്ഥാന നേതാക്കന്മാർ തന്നെ നിങ്ങളുടെ വീട്ടിൽ സന്ദർശിക്കുമെന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ടും മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നുള്ളതും പിന്തുണ നൽകുമെന്നുള്ളതും കൃത്യമായിട്ടും ഇവിടെ വാക്ക് തരിക തന്നെയാണ്. അത് വെറുതെ തരുന്നൊരു വാക്കൊന്നുമല്ല. കാരണം നമ്മൾ ഈ മേഖലയിൽ കയ്യിലി കുത്തൽ തുടങ്ങിയിട്ട് ഏകദേശം വർഷങ്ങളായിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചുകൊണ്ട് ഇവിടെ മാന്യതയുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട് ഞാൻ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, ഞാൻ മലപ്പുറത്തെ സുൽത്താനാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ കണ്ടിട്ടുള്ള ആളുകളെയൊക്കെ നിയമത്തിന്റെ വശത്തേക്ക് കൊണ്ടുവരികയും നമ്മുടെ സഹോദരിമാരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ മിയ ഒരിക്കലും ഭയപ്പെടേണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൃത്യമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതാക്കന്മാർ തന്നെ നേരിട്ട് ചെല്ലും, സപ്പോർട്ട് കൊടുക്കും എന്നുള്ളത് ഒരു ഉറപ്പു തരികയാണ്. ഇനി എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. എന്തായാലും ഇത്രത്തോളം എത്തി, മരിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് തീരേണ്ട കാര്യമാണ്. ഞാൻ ഇത്രത്തോളം എത്തി, ഇത്രയും എന്തായാലും ഈ ന്യൂസ് വരുന്നതോടുകൂടി എന്റെ ഫേസ് ഒരുവിധം എത്തേണ്ടടുത്ത് എല്ലാം എത്തുമെന്ന് തന്നെയാണ്. എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. പക്ഷെ അതിനെനിക്ക് എവിടെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണമെന്നോ ഒന്നും അറിയത്തില്ല. എന്തായാലും പിന്നോട്ടില്ല. ഇനി അവൻ പുറത്തു വന്നാലും തീർച്ചയായിട്ടും പേടിക്കേണ്ടതിരിക്കുന്നു. അവൻ എന്ത് ചെയ്യുമെന്നോ എന്റെ വീട്ടുകാർ എന്ത് ചെയ്യുമെന്നോ എന്നെ എന്ത് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം കഴിയുന്നതും എത്രത്തോളം എനിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ അത്രയും വാങ്ങിക്കൊടുക്കണം തന്നെയാണ് ആഗ്രഹം. പിന്നെ അതൊന്നും അല്ല, കേരളത്തിൽ ഇത് നടക്കും, ഇതിനപ്പുറവും നടക്കും, ഇവിടുത്തെ നിയമമൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അവൻ പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനും ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേന് ചേട്ടൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കണ്ടത്. അതായത് വളരെ വളരെ വീക്കായിട്ടുള്ള വകുപ്പുകളാണ് അവന്റെ പേരിൽ ഇപ്പോ എഴുതി വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് അവന്റെ ബലവും ഈ പറഞ്ഞ ആൾ ബലവും പൈസയുടെ ബലവും വെച്ചിട്ട് പുറത്തിറങ്ങി വരാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് തന്നെ 1-2 കുട്ടികൾ ആത്മഹത്യകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള സിമിലർ ഇൻസിഡൻസ് വെച്ചിട്ട്. അതുപോലെ ഞാനും ഒരു ഫോളോ ആകേണ്ടതായിരുന്നു. പക്ഷെ അവിടുന്ന് ഇതുവരെ ഞാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ഓക്കെ, എന്തായാലും മിയ നൽകുന്ന വലിയൊരു സന്ദേശം കൂടി മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു ചതിയിൽപ്പെടുന്ന ഒരു പെൺകുട്ടി, സാധാരണ ഒരു പെൺകുട്ടിക്ക് പറ്റുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കണം. ഒന്നുകിൽ ഇത്തരത്തിലുള്ള ഈ വേട്ടക്കാരുടെ, ഈ ദുഷ്ടന്മാരുടെ, ഈ ക്രൂരന്മാരുടെ ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് കാലാകാലം അവർക്ക് വശംവദരായിക്കൊണ്ട് ജീവിക്കുക, അവന്റെ വെറുമൊരു കാമം തീർക്കാനുള്ള ഭോഗവസ്തുവായിട്ട് ജീവിക്കുക എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് വേറെ വഴിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വഴി എല്ലാം അവസാനിപ്പിച്ച് മിയ ഒരു തവണ ശ്രമിച്ചതുപോലെ തന്നെ ആത്മഹത്യ, സ്വന്തം ജീവൻ ഒടുക്കിക്കൊണ്ട് ഇവനെ പോലെയുള്ള വേട്ടക്കാരന്മാർക്ക് വീണ്ടും ഇരകളെ കണ്ടെത്തി ഇതുപോലെ ഒരുപാട് ഇരകളുടെ ജീവനും അവരുടെ ആ ഒരു മാനവത്തിനും വില കൽപ്പിക്കാത്ത രീതിയിൽ ജീവിക്കുന്ന ഇവന്മാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് തന്നെ മിയ ആ വഴിയിൽ രക്ഷപ്പെട്ടു, ആത്മഹത്യാ ശ്രമം നടത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ മുഖം പോലും മറയ്ക്കാതെ, സ്വന്തം ഐഡന്റിറ്റി പോലും മറയ്ക്കാതെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വലിയൊരു പ്രതീകമാണ്. കാരണം നമുക്കറിയാം ഉത്തരേന്ത്യയിലും അതല്ലെങ്കിൽ മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വലിയ പീഡനങ്ങളും വലിയ ബലാത്സംഗ വിഷയങ്ങളും ക്രൂരതകളും ഒക്കെ കാണുമ്പോൾ ഇവിടെ മെഴുകുതിരി കത്തിച്ചുകൊണ്ടും അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും നടക്കുന്ന കേരളീയർ ഒന്ന് മനസ്സിലാക്കുക, ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത് മിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രമേ നമുക്ക് മുൻപിൽ വന്നിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരിതം തന്നെയാണ് ഈ പറയുന്ന ചതി എന്നുള്ളത്. ഈ ചതിക്കെതിരെ ഇത്തരത്തിൽ രംഗത്ത് വന്നിട്ടുള്ള മിയയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ഏതിന്റെ രീതിയിലല്ല, ആ കുട്ടിക്ക് പറ്റിയിട്ടുള്ള
ചെറിയൊരു തെറ്റ്, താൻ ജീവന തുല്യം സ്നേഹിച്ച ഒരു വ്യക്തി, ആ വ്യക്തി കൃത്യമായിട്ട് ഒരുപാട് പെൺകുട്ടികളുമായി തന്നോട് ഇടപഴകുന്ന പോലെ തന്നെ ഇടപഴകുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടിയും ആ കുട്ടി പിറകോട്ട് പോകുന്നു. അപ്പോൾ മിയ ചെയ്തത് മാത്രം വലിയ, നമ്മുടെ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് മിയ, അതുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് ചെന്ന് ഇലയിൽ വീണാലും എങ്ങനെ ചെന്ന് കഴിഞ്ഞാലും ഇലയ്ക്കാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ട്. മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള എനിക്ക്, അല്ലെങ്കിൽ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള എനിക്ക് അത് പറയാൻ പറ്റും. മറ്റുള്ള രാജ്യങ്ങളിലും നാട്ടുകളിലൊന്നും ഇത്തരത്തിൽ പെൺകുട്ടികളെ അബലയായി കാണുന്ന ഒരു രീതിയില്ല. ഇവിടെ പെൺകുട്ടി ഒരു 10 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ മുട്ടിന് താഴേക്ക്, അതല്ലെങ്കിൽ മുട്ടിന് മുകളിലേക്കുള്ള ഒരു വസ്ത്രം ധരിച്ചാൽ പ്രശ്നമാണ്. തലയിൽ തട്ടമില്ലെങ്കിലും അതിന് തലയിൽ തട്ടമിട്ടാലും പ്രശ്നം, ഇല്ലെങ്കിലും പ്രശ്നം. വസ്ത്രത്തിൽ ഒരുപാട് പ്രശ്നം, ഭാഷ സംസാരിച്ചാൽ പ്രശ്നം, ആളുകളുടെ മുൻപിൽ ഇരുന്നാൽ പ്രശ്നം, നിന്നാൽ പ്രശ്നം. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ കൊണ്ട് പെൺകുട്ടികളെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള ഒരു നാട് തന്നെയാണ് കേരളം. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ പഴി വരിക. പക്ഷെ ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കരുത് പഴി വരേണ്ടത്. കാരണം ഇവിടെ ഇരയായി ചാർത്തപ്പെട്ടിട്ടുള്ള ഇതുപോലെയുള്ള മിയമാർക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണ ഒരെണ്ണം മാത്രം മതി ലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ. മാത്രമല്ല ഇതുപോലെയുള്ള ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വേട്ട മൃഗങ്ങളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന ചെറിയൊരു പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ആ ധൈര്യം വരും. മിയയെ പോലെ സ്വയം ധൈര്യം വരിക്കാൻ പറ്റാത്ത കുട്ടികൾ അവൻ മറന്നേക്കൂ, ഇനി അവനെ മറന്നേക്കും, ഇനി അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കും, ഞങ്ങളുണ്ട് നിനക്ക് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന രക്ഷിതാക്കളൊക്കെ വളരെ വിരളമാണ്. നാണവും മാനവും എന്ന ആ 2 വാക്കിൽ ഉൾപ്പെട്ടുകൊണ്ട് ഈ വേട്ടക്കാരന്റെ ആ വരുതിക്ക് നിൽക്കേണ്ട അവസ്ഥയാണ് എല്ലാ കുടുംബത്തിനും വരിക. അവിടെ മിയമാർക്ക് പ്രൊട്ടക്ഷൻ ആകേണ്ടത് നമ്മൾ സഹോദരങ്ങൾ തന്നെയാണ്. നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എന്തായാലും നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകാനും മിയയ്ക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. കാരണം കേസിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാൻ പറ്റും ഇതിനെ സാമ്പത്തികമായാലും മറ്റേതൊരു രീതിയിലായാലും ഒരുപാട് കടമ്പകൾ നമ്മൾ മുന്നേറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘടനകൾ ഒരു ഡിമാൻഡും ഇല്ലാതെ പിന്തുണ കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. കൃത്യമായിട്ടും നമ്മുടെ ഈ ദേശീയ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരിലേക്ക് ഈ വിവരം പൂർണ്ണമായും എത്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മിയയോട് വാക്ക് കൊടുക്കുകയാണ്. അത് മാന്യ പ്രേക്ഷകർ കൂടി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഇനി ഒരു ഇരയെ തേടി ഈ റഫീഖ് എന്ന് പറയുന്ന മലപ്പുറത്തെ സുൽത്താനാണ് അത്ര ഇവൻ. മലപ്പുറത്ത് ഇവൻ തിരിച്ചു മറച്ചൊക്കെ മറ്റേ കാശ്മീരിന്റെ അവിടെ കൊണ്ടുവയ്ക്കാൻ മാത്രം വലിയ രാഷ്ട്രീയ ഈ പണത്തിന്റെ ഒക്കെ സ്വാധീനമുള്ള വ്യക്തിയാണ് അത്രേ റഫീഖെ. ഞാനും മലപ്പുറംകാരനാ, ഞാൻ നിലമ്പൂരുകാരനാ. നിന്റെ ആ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇതിലൂടെ തന്നെ നമുക്കൊരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ച് കളയാം. ഇത്തരത്തിൽ സഹോദരിമാരെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള റഫീഖന്മാർക്ക് കൃത്യമായിട്ട് മുഖമടച്ചുള്ള അടിയായിരിക്കണം. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തണം. ഈ റഫീഖിന്റെ മുഖം ലോകമാകെ കാണേണ്ടതുണ്ട്. കാരണം ഈ മിയ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി തന്റെ ആ പ്രണയ സമയത്തെടുത്ത സ്വകാര്യ നിമിഷങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് 10ഓ 12ഓ ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പുറത്തു വന്നുകൊണ്ട് വീണ്ടും മറ്റൊരു ഇരയെ തേടി നടക്കാൻ ഇറങ്ങുന്ന ഒട്ടേറെ ഇരകളെ ഇതിനകം തന്നെ തന്റെ മൊബൈലിൽ പകർത്തിയെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തി അവന്റെ കാമം തീർക്കാൻ വേണ്ടിയുള്ള, സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള അവന്റെ അമ്മ പെങ്ങന്മാരെയൊക്കെ മറന്നുകൊണ്ട് അവന്റെയൊക്കെ ഈ പറയുന്ന വീട്ടിലെ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാ പെൺകുട്ടികളെയും കാമം തീർക്കാനുള്ള ആ ഒരു കണ്ണോടുകൂടി നടക്കുന്ന ഒരു ജന്തു, ആ വേട്ടമൃഗത്തിന്റെ മുഖം മാക്സിമം ലോകം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. ഇതിൽ ഫോട്ടോ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഫോർമാറ്റിൽ തന്നെ ഇതിന്റെ പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇവന്റെ മുഖം ഇനി എല്ലാവരുടെയും മനസ്സിൽ വേണം എന്ന് മാത്രം പറയുകയാണ്. എന്തായാലും മിയയ്ക്ക് ഈ ഒരു ധൈര്യമായി രംഗത്ത് വന്നതുകൊണ്ട് മിയയ്ക്ക് ഒരുപാട് ബിഗ് സല്യൂട്ട് തന്നെയാണ് മിയ തരുന്നത്. എന്താണ് നമ്മുടെ മാന്യ പ്രേക്ഷകരോട് അവസാനമായി പറയാനുള്ളത്? ഞാന് ഇൻസ്റ്റയിൽ ഇത് പോസ്റ്റ് ചെയ്തപ്പോ, ആദ്യമായിട്ട് ലൈവ് വന്നപ്പോഴും ആദ്യമായിട്ട് അവന്റെ അഡ്രസ്സും ഫോട്ടോയും വെച്ചിട്ടപ്പോ എത്ര പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് റിപ്പോർട്ട് അടിച്ചു പോകുന്നുണ്ട്. അതായത് അത്രമാത്രം അവന്റെ ആളുകൾ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് ഞാൻ എവിടെ അവന്റെ അഡ്രസ് ഇടുന്നു, എവിടെ അവന്റെ ഫോട്ടോ വെക്കുന്നു, അത് റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്നിരിക്കുന്നുണ്ട്. അത് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ ലൈവിൽ വന്നിട്ട് ലൈവ് റെക്കോർഡ് ചെയ്തതെടുത്ത് റീൽസ് ആയിട്ട് ഇട്ടത്. അതായത് അതുവരെയും ഞാൻ പോസ്റ്റ് ചെയ്തതെല്ലാം റിപ്പോർട്ട് അടിച്ച് പോകുമായിരുന്നു. പക്ഷെ ലൈവ് വന്നതിന് ശേഷം എനിക്ക് 1-2 ആൺകുട്ടികൾ മെസ്സേജ് അയച്ചു. സിമിലർ ഇൻസിഡന്റ് അനുഭവിക്കുന്ന സുഹൃത്തുക്കള് തങ്ങൾക്കിടയിലുണ്ട്, പെൺകുട്ടികൾ. 2-3 പെൺകുട്ടികൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തു, ചേച്ചി എന്താ ചെയ്യേണ്ടത്, ഞാനും ഇതേ സിറ്റുവേഷനിലൂടെയാണ്, ആത്മഹത്യ ചെയ്താലൊന്ന് പലപ്പോഴും ആലോചിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെയാ തുടങ്ങേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ആദ്യം എന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അച്ഛനും അമ്മേനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ, എനിക്ക് സപ്പോർട്ട് ചെയ്യത്തില്ലേ, അവരെന്ത് പറയും, എന്നെ അടിച്ചു കൊല്ലുവോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ചിന്തിക്കേണ്ട എല്ലാ രീതികളും ചിന്തിച്ചിട്ട് വീട്ടുകാരറിയാണ്ട് ഞാൻ രഹസ്യമായിട്ട് പോയിട്ടാണ് ഞാൻ ആദ്യത്തെ പരാതി കൊടുക്കുന്നത്. രണ്ടാമത്തെ പരാതി അവൻ തന്നെ വന്ന് എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ
അവന്റെ ഫോട്ടോസും വീഡിയോസും വെച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന രീതിയിൽ കൊടുത്തതാണ്. അങ്ങനെ മൊത്തം 2 പരാതികളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ 2 പരാതികളും എന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. മൂന്നാമത് ഞാൻ ഈ കൈ മുറിച്ചതിന് ശേഷം ഞാൻ എല്ലാം റിക്കവർ ആയി വന്നതിന് ശേഷം ഒരു 5-6 ദിവസത്തിന് ശേഷം വീട്ടിൽ നിന്നാണ് ഞാൻ പോയിട്ട് റിട്ടേൺ കംപ്ലൈന്റ് എഴുതി ഞാൻ കൊടുക്കുന്നതും അതിന്റെ റെസിപ്റ്റും കാര്യങ്ങളും എന്റെ ഫോണിലുണ്ട് ഇപ്പോൾ. നാട്ടിൽ വെച്ചിട്ട് വരാണ്ട് ഞാൻ ഒരു ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എന്റെ വീട്ടുകാർ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പൊ ആ പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ 2 പ്രാവശ്യവും എനിക്ക് വീട്ടുകാർ അറിയാണ്ട് നോക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുകാർ അറിഞ്ഞിട്ടുള്ള പീഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടുകാർ അറിയാണ്ട് തന്നെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിയമത്തിൽ പേടിയുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്പോഴും തന്നെ റിമൂവ് ചെയ്യും. അല്ലാത്തവന്മാരാണെങ്കിൽ ഇവനെ പോലെ വേറെ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ച് ഭാവിയിൽ പിന്നെയും ഭീഷണിപ്പെടുത്താമെന്ന രീതിയിൽ വരും. പക്ഷേ ആദ്യത്തെ 2 പ്രാവശ്യവും അവൻ എഴുതി ഒപ്പിട്ട് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പം അവൻ ചെയ്തിരിക്കുന്നത് നോൺ വെയിലബിൾ ആണ്. അതായത് അത്യാവശ്യം നല്ലൊരു തെറ്റ് തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത്. 2 പ്രാവശ്യം ഇനി ആവർത്തിക്കില്ല, ഞാൻ എല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞ കാര്യവും കൊണ്ടിട്ടാണ് അവൻ ഇപ്പോ ഈ കളി മുഴുവൻ കളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഒരു അനുഭവത്തിനടുത്ത് സത്യം പറഞ്ഞ ട്രിവാൻഡ്രം റൂറൽ SP മാഡമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ട് അവസാന നിമിഷം വരെയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നിട്ടുള്ളതും എന്നെ ചേർത്ത് പിടിച്ച് അങ്ങനെയൊന്നും അല്ല, നിനക്ക് ഇനിയും ജീവിക്കാനുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു ധൈര്യം തന്ന ആ മാഡം മാത്രമാണ്. ഞാനൊരു ദിവസം രാവിലെ ഇവിടെ ഉറങ്ങി എഴുന്നേറ്റപ്പോ ഹീസ് അറസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാഡത്തിന്റെ മെസ്സേജ് തന്ന ഒരു സന്തോഷം അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സത്യം ആ മാം അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിൽ നിന്നിട്ട് ഞാൻ എന്തുമാത്രം ഞാൻ ഇവിടെ ഇരുന്ന ബെഡ് ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ റൂമിലുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ 1-2 പേർക്ക് മാത്രമേ കാര്യങ്ങളെല്ലാം അറിയാലോ. പക്ഷെ അവർ രണ്ടുപേരും ചോദിച്ചെന്തായാലും ഞാൻ അറസ്റ്റിലായി, അവൻ അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്നത് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് എന്ന് പറയാൻ പറ്റില്ല. 1:30 മണിയായപ്പോഴത്തേക്കും രാത്രി 1:30 മണിക്ക് എന്റെ അവസ്ഥ കണ്ടിട്ട് അവസാനം പോയി FIR മൊഴി കൊടുക്കാൻ തയ്യാറായി പോയി എന്റെ അമ്മ. ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എവിടെ കോൺടാക്ട് ചെയ്യണം, എങ്ങനെ കോൺടാക്ട് ചെയ്യണം, എനിക്ക് ഡയറക്റ്റ് DGPയുടെ അടുത്തേക്ക് എത്താനും ടോണി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് DGPയുടെ അടുത്തേക്ക് എത്താനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത്. DGP ആണ് എനിക്ക് SP മാഡത്തിന്റെ നമ്പർ തന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു മാഡത്തിന്റെ മെസ്സേജ് അന്ന് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി കിടക്കുമ്പോഴും ഞാൻ വളരെയധികം കരഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റണില്ലല്ലോ എന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടാണ് കിടന്നത്. അന്ന് രാവിലെ SP മാഡത്തിന്റെ ആ ഒരു മെസ്സേജ്, അതായത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് അന്നും കൂടി കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ലായിരുന്നു. കാര്യം എന്ത് ചെയ്തിട്ടും എനിക്ക് കിട്ടേണ്ട നീതി കിട്ടുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം അവസാനിപ്പിക്കാന്ന് കരുതി ഇരിക്കുന്നതായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ വരുന്നുണ്ട്. അതായത് എന്ത് വേണം, എങ്ങനെ പോകണം, നീ അങ്ങനെ മാനനഷ്ടത്തിന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്ന് അറിഞ്ഞുകൂടാതിരുന്നിടത്ത് നിന്നിട്ടും ഇങ്ങനെ പോകാം എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ പോയോ, ഇങ്ങനെ നോക്കിയോ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എനിക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. സത്യം പറയാലോ, ഒരുപാട് പേര്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആരോ ഒരാളാണ് ചേട്ടനിലേക്ക് പെട്ടെന്ന് വന്നിട്ട് സ്വന്തം സഹോദരിയെ പോലെ തന്നെ ഈ ചാനലിലേക്ക് ചേട്ടന്റെ അടുത്തേക്ക് എത്താൻ എനിക്കൊരു ഹിന്റ് തന്നത്. അതുപോലെ പലരും ഉണ്ട്. ഇപ്പോ എനിക്ക് പറയാനുള്ളത് ഇതേ സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളോടാണ്. അതായത് ആരും ഇല്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടക്കുക. ഏതെങ്കിലും ഒരു വഴി എത്തുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും വരുന്നേ, അത് 2 ആകും 3 ആകും. എന്തായാലും നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ മരണം എന്നൊരു ചിന്ത നമ്മളെ മുന്നിൽ നിന്ന് എപ്പ മാറുന്നു, ഇനി നമുക്ക് ഒന്നും വരാനില്ല, എന്ത് വന്നാലും ഇത് നേരിടും എന്നൊരു ചിന്ത ഉള്ളിൽ കയറി കഴിഞ്ഞാല് ഇനി ആരില്ലെങ്കിലും നമ്മൾ പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. എന്റെ ഒരു അവസ്ഥ ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ എനിക്കിപ്പോ ലാസ്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചെന്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും അവരൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും അല്ലാണ്ട് പുറത്തുനിന്ന് ആളുകൾ പറയുന്നതും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ചിലപ്പോൾ ഇനി അവരെനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായി എന്ന് പോലും വരത്തില്ല. അവരത്രമാത്രം അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു നിമിഷം എത്തുമ്പോഴത്തേന് മടുത്ത് ഇനി ഇത് വയ്യ, ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ അവരുള്ളത്. എന്നിട്ട് പോലും ഞാൻ ആരും ഇല്ലെങ്കിലും ഇനിയിപ്പോ അങ്ങോട്ട് നേരിടുക, എന്തായാലും ഇത്രത്തോളം എത്തി, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, പോകാൻ പറ്റുന്നിടത്തോളം പോയി നോക്കാം എന്നൊരു മൈൻഡിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അത് ഇനി എനിക്ക് ഇത് കാണുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷന്റെ സഹോദരിയോ, പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ആൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ ചുറ്റുമുള്ള
നിങ്ങളെ ക്ലാസ്സിൽ തന്നെയുള്ള നിങ്ങളെ ഏതെങ്കിലും ഒരു കൂട്ടുകാരി, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ സഹോദരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ സഹോദരി, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ചുറ്റിനുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ, 10 ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഇതില് ഈ ഒരു സിറ്റുവേഷൻ പുറത്ത് പറയാൻ പറ്റാണ്ട് ആളുകൾ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ഞാനിത് എങ്ങനെ ഓവർകം ചെയ്യും, ഇതെങ്ങനെ അനുഭവിക്കണോ, മരിച്ചാലോ എന്നൊക്കെ ചിന്തകളോട് കൂടിയിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി നമ്മുടെ ചുറ്റിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോ ആൺകുട്ടികളോട് ഞാൻ പറയാനുള്ള, എനിക്ക് എന്റെ ഇൻസിഡന്റ് എന്റെ ലൈഫിൽ നടന്നതുപോലെ ഒരാള് ഒന്ന് ഹെൽപ്പ് ചെയ്യോ, അവളെ മോശക്കാരിയാണെന്ന് പറയാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോ ഞാൻ നിക്കാടാ എന്ന് പറഞ്ഞ് കൂടെ നിക്കാണ്ട്, അല്ലെങ്കിൽ അവളെ ഇത് നേരിടുന്ന പെൺകുട്ടി നീ അങ്ങനെ ചെയ്തിട്ടല്ലേ, അങ്ങനെ നിന്നിട്ടല്ലേ നിനക്കിപ്പോ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നേ എന്ന് ചോദിക്കാണ്ട്, എടി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ പറ, ഞാനുണ്ടാവും കൂടെ, വേറെ ആരില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ ചേർത്ത് പിടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവര് കഴുത്തിൽ കയറ് മുറുക്കിയിട്ടിരുന്ന സമയത്തായിരിക്കും ഈ വാക്കുകൾ കേൾക്കുക. അതെടുത്ത് മാറ്റാൻ കഴിഞ്ഞിട്ട് അവനെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവളെങ്കിലും ഉണ്ടല്ലോ, പെൺകുട്ടികളോട്, ആൺകുട്ടികളോട് മാത്രമൊന്നുമല്ല. എനിക്ക് ഈ ഇത്രയും ഇൻസിഡന്റ് നടന്നപ്പോ എന്നെ ആദ്യം ഉപേക്ഷിച്ച് പോയത് 13 കൊല്ലമായിട്ട് എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാരി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരുത്തിയ. അതായത് പെൺകുട്ടികളോടും പറയുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങോട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തീർന്നു, എനിക്കൊന്നും വയ്യ, തലവേദന തലവേദന എന്ന് പറഞ്ഞ് നിൽക്കല്ല. ചിലപ്പോ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ആശ്വാസ വാക്ക്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ധൈര്യമായിരിക്കും അവരെ ഒരു നിമിഷം കൊണ്ട് മരണത്തിൽ നിൽക്കുന്നവർ. എനിക്ക് 3 പ്രാവശ്യമാണ് അങ്ങനെ ഒരു വാക്ക് കിട്ടിയിട്ടുള്ളത്. 3 പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാൻ പിന്നെയും വീട്ടിൽ ഞാൻ തൂങ്ങി ചാകാൻ നിന്നപ്പോൾ, അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട്, ചിറങ്ങീട് പോലീസ് സ്റ്റേഷനിൽ, ചിറങ്ങീട് റെയിൽവേ സ്റ്റേഷൻ എന്നാലും 300 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് ട്രെയിന് തലവയ്ക്കാൻ പോയി നിന്നപ്പോ, പിന്നെ ഇവിടെ വെച്ചിട്ട് ഇത് വൈറലായപ്പോൾ ഞാൻ മരിക്കാൻ നിന്നപ്പോഴും, അങ്ങനെ 3 പ്രാവശ്യമാണ് എനിക്ക് ആ ഒരു വാക്ക് കിട്ടിയിട്ടുള്ളത്. ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്റെ കൂടെ, എനിക്ക് നിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ പറഞ്ഞ് എന്റെ കൂടെ നിന്നൊരു എന്റെ ഒരു ഫ്രണ്ട്. ചിലപ്പോ അങ്ങനെ ആ ഒരു വാക്ക് കൊണ്ടിട്ടായിരിക്കും ഞാൻ മാറി ചിന്തിച്ചതും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്തിനാ ഇപ്പൊ മരിക്കുന്നത് ചിന്തിച്ചത്. എനിക്ക് അത് തന്നെ എല്ലാവരോടും പറയാനുള്ളൂ. നിങ്ങളെ മകളാണെങ്കിലും സഹോദരിയാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും പരിചയത്തിലുള്ള ഏതൊരു കുട്ടിയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തള്ളിക്കളയുമല്ല വേണ്ടത്. അവരോടൊന്ന് മാറി ചിന്തിക്കാൻ, ഞാനില്ലേ കൂടെ എന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോ അത് മതിയാവും അവരൊക്കെ ജീവിക്കാനും. ആ ഒരു ഇത് പുറത്തുണ്ട്. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, ഈ ഇപ്പോ ഞാൻ കാരണം എന്തായാലും ഈ നിമിഷമെങ്കിലും മരിക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ മാറി ചിന്തിക്കും എന്നുള്ളത്. ഞാൻ കാര്യം അവരോട് പറയട്ടെ, ഇതൊന്നൊന്നുമല്ല, ഞാൻ ഇത്ര ഇതായിട്ട് നിൽക്കുന്നത്, എനിക്ക് പ്രശ്നമില്ലെന്നല്ല. പക്ഷെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കുറെ ദിവസത്തിന് ശേഷം ഇന്നലെ ഞാനൊന്ന് പബ്ലിക്കിനിടയിലേക്ക് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയപ്പോഴും നോർമലി ആളുകൾ നോക്കുന്ന പോലെ തന്നെ ഇപ്പോഴും ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ ഉടനെ ഞാൻ ചിന്തിക്കുന്നത്, ഇനി അത് കണ്ടിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ട് നോക്കുന്നതാണോ എന്ന്. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ എത്ര കാലം അങ്ങനെ വിചാരിച്ചിട്ട് മരിക്കാൻ പറ്റൂ? ഇല്ല. അത് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പറ്റൂ? അതുമില്ല. ജീവിച്ചേ പറ്റത്തുള്ളൂ. ഇതിലും വലുത് ചെയ്തവര്, ഇതിലും വലുത് പലതും ചെയ്തവര്, പല പോൺ സ്റ്റാർസും ജീവിക്കുന്നില്ലേ? അവരൊക്കെ അവരുടെ ശരീരം വിറ്റ് അതിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് പറ്റിയൊരു തെറ്റ്, അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സ്നേഹിച്ചിരുന്ന സമയത്തിന് അത്രയും വിശ്വാസത്തിൽ ചെയ്ത ഒരിത്, അത് നമ്മള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളൊരാണല്ല, വർഗത്തിൽ കൂട്ടാൻ പറ്റാത്ത ഒരാളാണ്. ഉറപ്പില്ലാത്ത, നട്ടലിന് ഉറപ്പില്ലാത്ത, തീരെ ആൺവർഗത്തിൽ കൂട്ടാൻ പറ്റാത്ത, ആണിന്റേതായിട്ടുള്ള ശരീരഘടന മാത്രമുള്ള ഒരുത്തൻ ചെയ്ത ഒരു തെമ്മാടിത്തരത്തിന്റെ, ഈ ചെറ്റത്തരത്തിന്റെ പേരിൽ നമ്മൾ മരിച്ചതുകൊണ്ട് ആരൊക്കെ ഒരു നഷ്ടമില്ല. നമ്മളെ വീട്ടുകാർ പോലും കൂടിപ്പോ 1 വർഷം കരയും, അല്ലെങ്കിൽ ആ മരിച്ച ദിവസങ്ങളിൽ നമ്മളൊന്ന് ഓർക്കും, വർഷാവർഷം. അത്ര തന്നെ ഉള്ളൂ. ഒരു 5-6 വർഷം കഴിയുമ്പോൾ അവരും മറക്കും. അതല്ലാണ്ട് നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് ഇറങ്ങുക. ഇന്നലെ ഞാൻ പബ്ലിക്കിനിടെ പോയപ്പോ സത്യം എന്നെ എല്ലാവരും നോക്കുമ്പോൾ ഇനി അതൊക്കെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് നോക്കുവാണോ എന്നൊക്കെ കരുതിയിട്ടുണ്ട്. പക്ഷെ എത്ര കാലം ഞാൻ അങ്ങനെ കരുതും? എത്ര എനിക്കും ജീവിക്കണം. ഇതൊക്കെ ആളുകൾ മറക്കും. അതുകൊണ്ടിട്ട് അയ്യോ ഇത് വൈറലായി പോയി, ഇനി ഞാൻ എങ്ങനെ ജീവിക്കുന്നതിന് ഉടനെ കയറി മരിക്കാൻ നിൽക്കരുത്. എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, നിങ്ങൾക്കും ജീവിക്കാം. ചേട്ടാ നേരത്തെ പറഞ്ഞല്ലോ, മലപ്പുറം ഒരുത്തന്റെ അവകാശമല്ല എന്ന് പറഞ്ഞ പോലെ ഈ ലോകം ആരൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല, നമ്മളും കൂടെ ഉൾപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. നമുക്കും നമ്മുടേതായിട്ടുള്ള സ്പേസ് ഈ ലോകത്തുണ്ട്. അതിൽ നമ്മൾ തന്നെയാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ വേറെ ആരും ജീവിച്ചതുകൊണ്ട് വേറെ ആരും ജീവിച്ചുകൊണ്ട് കാര്യമില്ല, വേറെ ആർക്കും ജീവിക്കാനും പറ്റത്തില്ല. നമ്മൾ തന്നെയാണ് അവിടെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റിലൂടെ ഇപ്പൊ കടന്നു പോകുന്നുണ്ടെങ്കിൽ പൂജപ്പുരയിലെ ആദിത്യം എന്ന് പറഞ്ഞ കുട്ടി മരിച്ചതോട് കൂടിയിട്ട് നിർത്തുക. ഇനി അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാണ്ടിരിക്കട്ടെ.
എന്നെ കൊണ്ട് എന്റെ അക്കൗണ്ട് അവന്റെ ആളുകൾ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് അവിടെ തന്നെ ഉണ്ടാകും. ആരെങ്കിലും അങ്ങനെ ഒരു ഇതില് ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങി സത്യം പറയാം. എന്റെ വീട് ചെറുവള്ളിമുക്കിലാണ്, തിരുവനന്തപുരത്ത് ചെറുവള്ളിമുക്കിലാണ് എന്റെ വീട്. എന്റെ വീട്ടിൽ നിന്ന് ഒരു 5-6 ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനോട് സമീപമാണ് ചിറങ്കീഴ് പോലീസ് സ്റ്റേഷൻ. ഞാൻ ആദ്യം പോയിട്ട് അവിടെ ചെന്ന് കാര്യം പറഞ്ഞ് SIയുടെ മുന്നിൽ ഒരു പരാതി കൊടുക്കുമായിരുന്നു ആദ്യം ചെയ്തത്. നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമൊക്കെ ഉള്ളൂ. അവിടെ കൊണ്ട് തീർന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഇങ്ങനെയാകുക. പക്ഷെ ഏവനെങ്കിലും ഒരുത്തനെങ്കിലും ഇതോടുകൂടിയിട്ട് മാറി ചിന്തിക്കും. ഒന്നുമില്ലെങ്കിൽ ചീത്ത പേര് പറയുന്നിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് പെണ്ണുങ്ങൾ മാത്രം അല്ലല്ലോ നാറേണ്ടത്. നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുമല്ല, 2 കൈയും മുട്ടിയാലേ ശബ്ദം കേൾക്കത്തുള്ളൂ. ഞാനിത് ഒറ്റയ്ക്ക് ചെയ്തതൊന്നുമല്ല. എന്നിട്ടും അവൻ മാത്രം ഇപ്പോഴും ഇതുവരെ അവന്റെ മുഖം പുറത്തു വന്നിട്ടില്ല. ഇതോടുകൂടി ഇങ്ങനെ പുറത്തു വരുമെന്ന് കരുതുന്നു. അപ്പോ ഈ ഒരു ഇൻസിഡന്റോട് കൂടി ആരെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കുക. എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത്. തൊഴുകുന്നുണ്ട് മിയ, ഈ ഒരു ധൈര്യത്തിന്, ഈ ഒരു ധീരതയ്ക്ക് തൊഴുകുന്നുണ്ട്. മനസ്സഴിഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നേര് എന്ന് പറയുന്ന സിനിമയുടെ അവസാനത്തെ രംഗം ഞാൻ പറഞ്ഞു. അതില് ഈ അനശ്വര അവതരിപ്പിച്ച ആ പെൺകുട്ടി ജഡ്ജ്മെന്റിന് ശേഷം, അതായത് ആ കുട്ടി തെളിവ് പൂർണ്ണമായിട്ട് തനിക്കെതിരെ ചെയ്ത ആ ദുഷ്ടന്റെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുത്ത് അവസാനം ശിക്ഷയും വിധിച്ച് ആ കുട്ടി പുറത്തോട്ട് വരുന്ന ഒരു രംഗമുണ്ട്. ആ പുറത്തു വരുന്ന രംഗത്തിന് മുൻപ് ഈ കുട്ടിയെ കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കുട്ടിയുടെ തലയൊക്കെ മറച്ച് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ തിരിച്ച് അനശ്വര ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ജഗദീഷ് കഥാപാത്രം, അവളുടെ അച്ഛനായിട്ട് അഭിനയിച്ച അദ്ദേഹം ഈ കുട്ടിയുടെ അനശ്വരയുടെ മുഖം മറയ്ക്കാൻ നോക്കുന്നു ആ കഥാപാത്രത്തിന്റെ. അപ്പോ അനശ്വര അത് തട്ടി മാറ്റിക്കൊണ്ട് തന്റെ തലയിൽ പോലും ഇടാതെ തോളിൽ മാത്രം ഇട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും തന്റെ മുഖം കൃത്യമായിട്ടും ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. ആ സീനും പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ കുട്ടിയെ ചുറ്റി വളഞ്ഞ് വേട്ടയാടാൻ ശ്രമിച്ചു നിൽക്കുന്ന മാധ്യമങ്ങൾ ഒന്നടങ്കം ക്യാമറ പൊക്കാൻ ശ്രമിക്കുന്ന ക്യാമറാമാനെ അവിടെ നിന്ന് മാധ്യമ പ്രവർത്തകമാർ, അതായത് വനിതകൾ, ആ ക്യാമറകൾ തടയുന്നതും അതിനുശേഷം ഈ കുട്ടി നെഞ്ചു വിരിച്ച് ധൈര്യത്തോടു കൂടി തന്റെ ആത്മാഭിമാനത്തോടു കൂടി തനിക്ക് ഒരു തെറ്റ് സംഭവിച്ചു, അതല്ലെങ്കിൽ തന്നെ ഒരു ദുഷ്ടൻ ആക്രമിച്ചു, അത് കൃത്യമായിട്ട് നിയമത്തിന്റെ വശങ്ങളിലൂടെ അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്ന ആ അഭിമാനത്തോടു കൂടി പുറത്തോട്ട് വരുന്ന രംഗമുണ്ട്. അപ്പോൾ അതിലൊരു ക്യാമറാമാൻ മാത്രം വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി ഉയരുന്ന സമയത്ത് ആ ക്യാമറാമാനെയും തടയുന്നുണ്ട് ഒരു വനിതാ റിപ്പോർട്ടർ. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് മിയ സമൂഹത്തിന് മുൻപിൽ വന്നിരിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല, അത് മിയയ്ക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ നേര് എന്ന് പറയുന്ന സിനിമയിൽ അനശ്വര രാജൻ എന്ന് പറയുന്ന ആ കഥാപാത്രം, ആ സിനിമ നടി ചെയ്ത ആ ഒരു സ്റ്റോറി കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിയാണ് മിയ എന്ന് കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൊഴുകുന്നത് എന്ന് പറഞ്ഞത്. എന്തായാലും ഇനി മാന്യ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇതുപോലെ ഒരുപാട് ഒട്ടേറെ സഹോദരിമാർക്ക് ഇതേപോലെ ഇരകൾ ആയിക്കൊണ്ട് ജീവിക്കണോ, അതോ വേട്ടമൃഗത്തെ നേരോടെ നിർഭയം നിരന്തരം എന്നൊക്കെ പരസ്യം കൊടുക്കുന്ന ചാനലുകാരുടെ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ രംഗത്തേക്ക് വന്നുകൊണ്ട് അവരെ ഒതുക്കണം, നിയമത്തിന്റെ വശങ്ങളിൽ ഒതുക്കണോ, അതല്ലെങ്കിൽ തുറങ്കിൽ അടയ്ക്കാൻ വേണ്ടി നേരോടെ വരണോ എന്നുള്ളത് ഇനി മാന്യ പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടുകൂടിയേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് മിയയുടെ ഈ ജീവിത പുസ്തകം വെക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.